ഹായ്, എന്താണ് എല്ലാവരുടെയും വിശേഷം? സുഖമാണെന്ന് വിശ്വസിക്കുന്നു. എല്ലാം ശരിയാകും. ഒന്ന് ലൈക്ക് ചെയ്ത് കണ്ടോളൂ. നല്ല കഥയാണ്. കഥയുടെ തുടക്കത്തിൽ തന്നെ ഡൽഹിയുടെ തിരക്കുകളിൽ നിന്നൊഴിഞ്ഞ് ആ കാട്ടിലേക്കുള്ള വഴിയിലൂടെ അവളുടെ വാഹനം മുന്നോട്ട് കുതിച്ചു. ഈ യാത്രയിൽ അവൾക്ക് ഒരേ ഒരു ലക്ഷ്യമേ ഉണ്ടായിരുന്നുള്ളൂ: വജ്രവനത്തിലെ ആരും കാണാത്ത കാഴ്ചകൾ. ആ കാഴ്ചകൾക്ക് പിന്നിലെ രഹസ്യങ്ങൾ കണ്ടെത്തുക എന്ന ഒരേ ഒരു ലക്ഷ്യം. നിരഞ്ജന, കോടീശ്വരന്മാരായ വിശ്വനാഥന്റെയും ഗീതയുടെയും മകൾ. ചെറുപ്പം മുതൽ തന്നെ ഫോട്ടോഗ്രാഫിയോട് അവൾക്ക് വല്ലാത്തൊരു പ്രണയമായിരുന്നു. ഒറ്റമകളായതുകൊണ്ട് തന്നെ അവളുടെ ഇഷ്ടത്തിന് അച്ഛനമ്മമാർ എതിരല്ലായിരുന്നു. അങ്ങനെ എന്നോ വായിച്ചു മറന്നൊരു പുസ്തകത്തിലെ വരികളിൽ കണ്ട വജ്രവനത്തോട് തോന്നിയ ഇഷ്ടം. പകൽ സൂര്യപ്രകാശത്തിൽ അന്ധകാരവും രാത്രി ചന്ദ്രപ്രഭയിൽ പ്രകാശവും കടന്നുവരുന്ന അത്ഭുത വനത്തോടുള്ള കൗതുകം, അതാണ് അവളെ ഇന്നിവിടെ എത്തിച്ചത്. ആളനക്കമില്ലാത്ത ചെറുവനങ്ങൾ കടന്ന് വാഹനം പോകാത്ത ആ ഇടവഴിക്ക് സമീപം അവളുടെ വാഹനം നിന്നു. അവൾ വാച്ചിലേക്ക് നോക്കി. സമയം രാവിലെ 4 മണിയോടടുക്കുന്നു. കുറച്ചു സമയം കൂടി കഴിഞ്ഞാൽ നേരം പുലരും. അതോടെ ആ വനത്തിനുള്ളിൽ പ്രകാശം നഷ്ടമാകും. അവൾ ധൃതിയിൽ ക്യാമറയും ബാഗും എടുത്ത് വണ്ടിയിൽ നിന്നിറങ്ങി മുന്നോട്ട് നടന്നു. ഇരുട്ടിനെ ഇല്ലാതാക്കാൻ അവൾ കയ്യിലെ ടോർച്ച് ലൈറ്റ് തെളിയിച്ച് മുന്നോട്ട് നടന്നു. ഏകദേശം 1 കിലോമീറ്ററോളം ഉള്ളിലേക്ക് നടന്ന അവളുടെ കണ്ണുകളെ കുളിരണിയിച്ചുകൊണ്ട് ആ വനം അവൾക്ക് മുന്നിൽ പ്രത്യക്ഷമായി. ചന്ദ്രാകൃതിയിൽ പ്രഭാപൂർണമായി നിൽക്കുന്ന വജ്രവനം. എന്നാൽ ആ വനത്തിന് അവൾ അറിയാത്ത മറ്റൊരു പേര് കൂടി ഉണ്ടായിരുന്നു: മരണവനം. ആ പ്രഭാതപൂർണമായ വനത്തെ ലക്ഷ്യമാക്കി അവൾ വേഗത്തിൽ മുന്നോട്ട് നടന്നു. ആദ്യത്തെ ചൂട് ആ വനത്തിന്റെ ഉള്ളിലേക്ക് എടുത്തു വയ്ക്കുമ്പോൾ അവളുടെ മനസ്സ് സന്തോഷം കൊണ്ട് നിറഞ്ഞിരുന്നു. ചന്ദ്രപ്രഭയിൽ തിളങ്ങുന്ന മരങ്ങൾ അവളുടെ കാഴ്ചയെ കുളിരണിയിച്ചു. കണ്ണിൽ പതിഞ്ഞ കാഴ്ചകൾ അവൾ തന്റെ ക്യാമറയിൽ പകർത്തി. മുന്നോട്ട് നടക്കുന്തോറും രാത്രി അവസാനിച്ചു തുടങ്ങിയിരുന്നു. കാഴ്ചകൾ കണ്ടവൾ മുന്നോട്ട് നടന്നു. ഇതുവരെ കാണാത്ത വജ്രശോഭയിൽ തിളങ്ങുന്ന മരങ്ങളും മറ്റും അവൾക്ക് അത്ഭുതമായിരുന്നു. അവസാനം ചന്ദ്രനെ മാറ്റി സൂര്യൻ കടന്നു വരാൻ തുടങ്ങിയതോടെ ഇരുട്ടാ വനത്തെ മൂടാൻ തുടങ്ങി. അത്ര നേരം കൗതുകമായി കണ്ട കാഴ്ചകൾ ഭയാനകമായ രൂപം സ്വീകരിച്ചപ്പോൾ അവളുടെ കണ്ണുകൾ അസ്വസ്ഥമായി. അപ്പോഴേക്കും അവൾ ആ മരണവനത്തിന്റെ ഒരുപാട് ഉള്ളിലേക്ക് എത്തിയിരുന്നു. ഇനി മുന്നോട്ട് നടക്കുന്നത് ആപത്താണെന്ന് അവൾ സ്വയം പറഞ്ഞു. അല്പം നിരപ്പായൊരു പ്രദേശത്ത് അവൾ തന്റെ ബാഗ് നിലത്തേക്കിട്ടിരുന്നു. ബാഗിൽ നിന്നും ടെന്റിന് ആവശ്യമായ സാധനങ്ങൾ അവൾ പുറത്തേക്കെടുത്തു. ബാഗിന്റെ ഉള്ളിൽ കരുതിയിരുന്ന വെട്ടുകത്തിയുമായി അവൾ എഴുന്നേറ്റു. അടുത്തു നിന്ന ചെറുമരത്തിൽ നിന്ന് മരക്കൊമ്പുകൾ വെട്ടി അവൾ ടെന്റിന് താങ്ങായി ഉറപ്പിച്ചു. കയ്യിൽ പുതപ്പുമെടുത്ത് അവൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറി. അതിൻ്റെ ഉള്ളിൽ കിടന്നവൾ ക്യാമറയിൽ പതിഞ്ഞ അത്ഭുതങ്ങളിലേക്ക് ഒരിക്കൽ കൂടി കണ്ണോടിച്ചു. ഓരോ കാഴ്ചയും കണ്ണിൽ കുളിരേകി കടന്നുപോയി. ആ കാഴ്ചകളുടെ സൗന്ദര്യത്തിൽ ലയിച്ച് എപ്പോഴോ കണ്ണടഞ്ഞുപോയി. മരങ്ങളിലൂടെ തട്ടിത്തടഞ്ഞ് ഒഴുകിയെത്തിയ കാറ്റ് കണ്ണുകളിൽ പതിഞ്ഞൊഴുകിയപ്പോൾ ഉറക്കം അവളുടെ കൺപോളകളെ അടച്ചു. ഉറക്കത്തിന്റെ സുന്ദര നിമിഷങ്ങളിൽ ആ വനത്തിന്റെ ഉള്ളിൽ ഭീകരത കൂടി വരുന്നത് അവൾ അറിഞ്ഞില്ല. ഉറക്കത്തിന്റെ ഇടയിൽ ചെറിയൊരു കാറ്റിന്റെ അകമ്പടിയിൽ അവളുടെ കാലിന്റെ ഭാഗത്ത് നിന്നും പുതപ്പ് പതിയെ അകന്നുപോയി. ഉറങ്ങിക്കിടന്ന അവളുടെ തലഭാഗത്ത് നിന്നിരുന്ന ആ രൂപം ആർത്തിയോടെ അവളെ നോക്കി. പതിയെ ആ രൂപം അവളുടെ കാലിന്റെ ഭാഗത്തേക്ക് നടന്നു. മനുഷ്യനോട് സാദൃശ്യമായ ആ രൂപത്തിന്റെ കയ്യിലും കാലിലും കൂർത്ത നഖങ്ങളായിരുന്നു. മൂർച്ചയേറിയ പല്ലുകളിൽ രക്തക്കറ പടർന്നിരുന്നു. കാലങ്ങൾക്ക് ശേഷം മനുഷ്യമാംസത്തിന്റെ മണമറിഞ്ഞ് അതിൻ്റെ മൂക്കുകൾ വിടർന്നു. തൻ്റെ കാലിൽ എന്തിൻ്റെയോ ചുടുനിശ്വാസമറിഞ്ഞ നിരഞ്ജന ഭയത്തോടെ ചാടി എഴുന്നേറ്റു. എന്നാൽ അവൾക്ക് ആരെയും കാണാൻ കഴിഞ്ഞില്ല. ഭയന്ന മനസ്സിനെ ആശ്വസിപ്പിച്ചവൾ വീണ്ടും കടയിലേക്ക് ചാഞ്ഞു. പെട്ടെന്ന് എവിടെ നിന്നോ ഒരു മുരൾച്ച അവളുടെ കാതുകളിൽ മുഴങ്ങി. ഭയത്തോടെ അവൾ വീണ്ടും പുതപ്പ് മാറ്റി. തൻ്റെ കൺമുന്നിൽ നിൽക്കുന്ന രൂപത്തെ കണ്ടവൾ ഞെട്ടിവിറച്ചു. നിലവിളിക്കാൻ പോലും കഴിയാതെ അവൾ പകച്ചിരുന്നു. അടുത്ത നിമിഷം ആ രൂപത്തിൻ്റെ കയ്യിലെ മൂർച്ചയേറിയ മരക്കുറ്റി അവളുടെ ചങ്കിനെ തുളച്ച് കടന്നുപോയി. അവളുടെ ശരീരത്തിൽ നിന്നും ജീവൻ നഷ്ടമാകുന്നത് ക്രൂരമായൊരു ആവേശത്തോടെ ആ രൂപം നോക്കി നിന്നു. അവസാന ശ്വാസവും നഷ്ടമായി എന്നുറപ്പായ ആ രൂപം അവളുടെ കാലിൽ പിടിച്ച് ആ കാട്ടിലൂടെ അവളെ വലിച്ചഴച്ചു. പോയ വഴികളിലെല്ലാം രക്തക്കറ പടർന്നു പിടിച്ചു. കാലങ്ങൾക്ക് ശേഷം മനുഷ്യച്ചോരയുടെ മണമറിഞ്ഞ് ചെന്നായ്ക്കൾ ഉച്ചത്തിൽ ശബ്ദമുണ്ടാക്കി. പതിയെ ആ രൂപം അവളുടെ ജീവനറ്റ ശരീരവുമായി മരം കൊണ്ട് നിർമ്മിച്ചൊരു വീടിൻ്റെ ഉള്ളിലേക്ക് കയറി. അവിടെ രക്തത്തിൻ്റെ പാട് വീണുണങ്ങിയ ഒരു മരത്തടിയുടെ മുകളിൽ അവളുടെ ജീവനറ്റ ശരീരത്തെ കിടത്തിയ ശേഷം ആ രൂപം മൂർച്ചയേറിയൊരു കത്തി കയ്യിലേക്കെടുത്തു. അവളുടെ ശരീരത്തെ ചെറിയ കഷ്ണങ്ങളാക്കി വെട്ടിനുറുക്കിയ അയാൾ ആർത്തിയോടെ അവളുടെ വെട്ടിനുറുക്കിയ മാംസകഷ്ണം കയ്യിലെടുത്തു. തൻ്റെ മൂർച്ചയേറിയ പല്ലുകൾ കൊണ്ട് രക്തം കനിയുന്ന ശരീരഭാഗങ്ങളെ അയാൾ ചവച്ചരച്ചു. ആർത്തിയോടെ ഓരോ കഷ്ണങ്ങളും അയാൾ വായ്ക്കുള്ളിലേക്കിട്ടു. ആ ശരീരത്തിൽ നിന്നും ഇറ്റുവീണ രക്തത്തുള്ളികൾ അയാൾ ആർത്തിയോടെ നക്കി തുടച്ചു. അവസാന കഷ്ണവും ഭക്ഷിച്ചു തീർത്ത ആ രൂപം സന്തോഷത്തോടെ ഒരു പ്രത്യേകതരം ശബ്ദമുണ്ടാക്കി. ആ ശബ്ദം ആ മരണവനം മുഴുവനും മുഴങ്ങി.
കുറച്ചു വർഷങ്ങൾക്ക് ശേഷം തിരുവനന്തപുരം നഗരത്തിലെ പ്രമുഖ സസ്യശാസ്ത്ര നിരീക്ഷണ കോളേജിലെ ഒരു പകൽ 8 പേരടങ്ങുന്ന ഒരു കൂട്ടം സ്റ്റുഡൻസ് നിഖിൽ, വിമൽ, അരുൺ, വരുൺ, മീനു എന്ന് വിളിപ്പേരുള്ള മീനാക്ഷി, മൃദുല, രമ്യ, ദീപ, കൂട്ടുകാർ എന്നതിലുപരി പ്രണയിതാക്കളുടെ ഒരു ഗ്യാങ് അവരൊരു യാത്രയ്ക്ക് തയ്യാറെടുക്കുകയാണ്. വജ്രവനത്തിലെ അമൂല്യ ഔഷധ ശേഖരങ്ങളെ പുറം ലോകത്തെത്തിക്കാനുള്ള ഒരു നിയോഗമായിരുന്നു അവരിൽ ഏൽപ്പിക്കപ്പെട്ടത്. നഗരത്തിൻ്റെ തിരക്കുകളിൽ നിന്നൊഴിഞ്ഞ് വ്യത്യസ്തമായൊരു യാത്രാനുഭവം. സന്തോഷത്തോടെ അവർ മരണത്തിലേക്കുള്ള യാത്രയ്ക്കുള്ള ഒരുക്കങ്ങൾ പൂർത്തിയാക്കി. വനത്തിലേക്ക് കയറുമ്പോൾ അവിടെ തങ്ങളെ കാത്തിരിക്കുന്ന മരണത്തെ അവർ അറിഞ്ഞിരുന്നില്ല. അതിരാവിലെ തന്നെ ബാഗുകളിൽ ക്യാമറകളും മറ്റും ആവശ്യ സാധനങ്ങളും എല്ലാമായി അവർ യാത്രയ്ക്ക് തയ്യാറായി. പുതിയൊരു ലോകം കാണാൻ പോകുന്നതിൻ്റെ സന്തോഷം അവരിൽ നിറഞ്ഞു നിന്നിരുന്നു. മരണവനത്തിലേക്കുള്ള യാത്രയിൽ അവർ ഒരുപാട് സന്തോഷത്തിലായിരുന്നു. പുതിയതെന്തോ ഒന്ന് കണ്ടെത്താൻ പോകുന്ന ആവേശത്തോടെ അവർ ആ യാത്രയെ ആസ്വദിച്ചു. അങ്ങനെ 3 ദിവസത്തെ യാത്രയ്ക്കൊടുവിൽ അവരുടെ വാഹനം ഡൽഹി കടന്ന് ആ കാടിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചു. ചെറുമരങ്ങൾ ഇടതൂർന്നു നിൽക്കുന്ന ആ ചെറിയ കാടിന് നടുവിലൂടെയുള്ള വഴിയെ അവരുടെ വാഹനം കുതിച്ചു പാഞ്ഞു. അവസാനം ആ യാത്ര അവസാനിച്ചപ്പോൾ അവർ വാച്ചിലേക്ക് സമയം നോക്കി. രാത്രി 12 മണി. മുന്നിലുള്ളത് കൊടും കാടാണ്. ചന്ദ്രൻ്റെ നിലാവ് പൂർണ്ണമായും പൊഴിയിച്ചുകൊണ്ട് പൂർണ്ണചന്ദ്രൻ അവർക്ക് മുകളിൽ ഉദിച്ചു നിന്നിരുന്നു. ആ നിലാവെളിച്ചത്തിൽ ബാഗുകളുമായി അവർ ആ കാടിൻ്റെ ഉള്ളിലേക്ക് നടന്നു. കാടിൻ്റെ ഉള്ളിലേക്ക് നടക്കുന്തോറും ഫോണിൽ റേഞ്ച് നഷ്ടപ്പെടുന്നത് അവർ തിരിച്ചറിഞ്ഞു. കുറച്ചു നേരത്തെ യാത്രയുടെ അവസാനത്തിൽ കണ്ണിനെ കുളിരണിയിപ്പിച്ചുകൊണ്ട് വജ്രവനം അവർക്ക് മുന്നിൽ പ്രഭാപൂരിതമായി തിളങ്ങി. അവർ ഓരോരുത്തരുടെയും കണ്ണുകൾ വിടർന്നു. കാലുകൾ വേഗത്തിൽ ചലിക്കാൻ തുടങ്ങി. മുൻപത്തേതിലും വേഗത്തിൽ അവർ മരണത്തിലേക്ക് ചുവടുകൾ വച്ചു. കൺമുന്നിൽ കാണുന്ന അത്ഭുതത്തെ അവരുടെ കണ്ണുകൾ കുളിർമയോടെ നോക്കിക്കണ്ടു. മീനു തൻ്റെ കാൽപാദം വജ്രവനത്തിൻ്റെ മണ്ണിലേക്ക് ചവിട്ടി. പെട്ടെന്ന് എവിടെ നിന്നും ഒരു ചെന്നായി ഉച്ചത്തിൽ ഓരിയിട്ടു. അതിൻ്റെ അകമ്പടി എന്നോണം കാടിന് ചുറ്റും ചെന്നായ്ക്കൾ ഓരിയിടാൻ തുടങ്ങി. എന്നാൽ അതൊന്നും അവരെ ഭയപ്പെടുത്തിയില്ല. മീനുവിന് പിന്നാലെ ബാക്കിയുള്ളവരും ആ മരണവനത്തിലേക്ക് കാൽപാദങ്ങൾ ഊന്നി. ചുറ്റിലും കാണുന്ന അത്ഭുത കാഴ്ചകൾ അവരുടെ കണ്ണിനെയും മനസ്സിനെയും ഒരേപോലെ ഉണർത്തി. ചന്ദ്രൻ്റെ വെള്ളി വെളിച്ചത്തിൽ തിളങ്ങുന്ന മരങ്ങൾ, വജ്രം പോലെ ശോഭിക്കുന്ന പൂക്കൾ, ആകെ മൊത്തം വേറൊരു ലോകത്തെത്തിയ അവസ്ഥയായിരുന്നു അവർക്ക്. പെട്ടെന്ന് എന്തോ ഒന്നിൻ്റെ ഗർജനം അവർക്ക് ചുറ്റും മുഴങ്ങി കേട്ടു. അവർ ചുറ്റും നോക്കി. ഇല്ല, ഒന്നും തന്നെയില്ല. വീണ്ടും മുന്നോട്ട് ചൂടുവയ്ക്കവേ അവരുടെ ഹൃദയമിടിപ്പ് നിലപ്പിച്ചുകൊണ്ട് ഏറ്റവും പുറകെ വന്ന വിമലിൻ്റെ നിലവിളി അവരുടെ കാതുകളിൽ മുഴങ്ങി. തിരിഞ്ഞു നോക്കിയവർ കൺമുന്നിൽ കണ്ട കാഴ്ച കണ്ട് ഞെട്ടി. 2 കഷ്ണമായി വെട്ടിമുറിക്കപ്പെട്ട നിലയിൽ വിമലിൻ്റെ ശരീരം. ശരീരഭാഗങ്ങളിൽ നിന്നും രക്തം പുറത്തേക്ക് ചീറ്റിത്തെറിക്കുന്നു. നിലം മുഴുവനും ചുവന്ന നിറത്തിൽ പടർന്നൊഴുകുന്ന രക്തം. വാൾ പോലെ എന്തോ ഒന്ന് അവന് പുറകിലുള്ള മരത്തിൽ തറഞ്ഞു കയറിയിരിക്കുന്നു. ഇരുവശങ്ങളും കാട്ടുവള്ളികളാൽ കെട്ടിയിരുന്ന ആ മൂർച്ചയേറിയ ആയുധത്തിൽ നിന്നും നിലത്തേക്ക് രക്തത്തുള്ളികൾ ഇറ്റു വീഴുന്നുണ്ടായിരുന്നു. കൺമുന്നിൽ കണ്ട കാഴ്ച കണ്ട് ഭയന്ന രമ്യ ഉറക്കെ നിലവിളിച്ചു. ഭയന്ന് അവർ 4 വശങ്ങളിലേക്കും ചിതറി ഓടാൻ തുടങ്ങി. ആ മരണവനത്തിൻ്റെ ഉള്ളിലേക്ക് അവർ ഓടിക്കയറി. ചുറ്റിലും കാണുന്ന കാഴ്ച ഒന്നും അവരുടെ കണ്ണിൽ പതിയുന്നുണ്ടായിരുന്നില്ല. പെട്ടെന്ന് രമ്യ എന്തോ ഒന്നിൽ തട്ടി നിലത്തേക്ക് തെറിച്ചു വീണു. അവളുടെ കാലിൽ നിന്ന് മുട്ടുപൊട്ടി രക്തം ഒഴുകാൻ തുടങ്ങി. ആ രക്തത്തിൻ്റെ മണം കാറ്റിൽ പടർന്നു. പെട്ടെന്ന് എവിടെ നിന്നോ ചീറി വന്നൊരു അമ്പ് രമ്യയുടെ കണ്ണിലൂടെ തറഞ്ഞു കയറി. അവൾ ഉച്ചത്തിൽ നിലവിളിച്ചു. ആ നിലവിളി ആ മരണവനം മുഴുവനും മുഴങ്ങി കേട്ടു. രക്തം വാർന്നു വീഴുമ്പോഴും ചെറുതായി മങ്ങിയ അടുത്ത കണ്ണിലൂടെ തനിക്ക് നേരെ നടന്നെടുക്കുന്ന രൂപത്തെ അവൾ കണ്ടു. നിലവിളിക്കാൻ പോലും കഴിയാതെ തരിച്ചിരുന്ന അവളുടെ ഹൃദയത്തിലൂടെ മൂർച്ചയേറിയൊരു കത്തി കുത്തിക്കയറി. അവൾ കാട് മുഴങ്ങുമാർ ഉച്ചത്തിൽ നിലവിളിച്ചു. അവളുടെ ഹൃദയം തുറന്ന് പുറത്തെടുത്ത ആ രൂപം ആർത്തിയോടെ ആ തുടിക്കുന്ന ഹൃദയത്തിന് പുറത്തുള്ള ചുടുരക്തം നക്കിയെടുത്തു. തുടിക്കുന്ന ഹൃദയഭാഗം ആർത്തിയോടെ കടിച്ചു പറിക്കാൻ തുടങ്ങിയ ആ രൂപം ഉറക്കെ ചിരിച്ചു. ഹൃദയം പൂർണ്ണമായും ചവച്ചരച്ചു കഴിഞ്ഞതും അവളുടെ ശരീരത്തെ വലിച്ചഴിച്ചുകൊണ്ട് ആ രൂപം മുന്നോട്ട് നടന്നു. വഴിയിൽ മുഴുവനും അവളുടെ രക്തക്കറ പടർന്നു പിടിച്ചു. ചന്ദ്രന്റെ പ്രഭയെ മറച്ചുകൊണ്ട് ഇരുട്ട കാടിനെ കീഴടക്കാൻ തുടങ്ങി. ആ അന്ധകാരത്തിന്റെ മറവിൽ വിമലിന്റെ വെട്ടിമുറിക്കപ്പെട്ട ശരീരത്തിന് മുന്നിലായി ഒരു സ്ത്രീരൂപം വന്നു നിന്നു. ആ ശരീരത്തിൽ നിന്നും പച്ച മാംസത്തോടൊപ്പം വമിക്കുന്ന രക്തത്തിന്റെ മണം ആ രൂപം ആവോളം ആസ്വദിച്ചു. നിലത്തേക്കിരുന്ന അവൾ വിമലിന്റെ കണ്ണുകളിലേക്ക് തന്റെ കൂർത്ത നഖം ആഴത്തിൽ കുത്തിയിറക്കി. പുറത്തേക്ക് വന്ന അവന്റെ കണ്ണിനോടൊപ്പം ചൂട് രക്തവും പുറത്തേക്ക് തെറിച്ചു. 2 കണ്ണുകളും പുറത്തേക്കെടുത്ത അവൾ ആർത്തിയോടെ അത് വായിലേക്കിട്ട് ചവച്ചരച്ചു. അവന്റെ മുടിയിഴകൾ ഓരോന്നായി പിഴുതെടുത്തവൾ നിലത്തേക്കിട്ടു. ശേഷം അവന്റെ കഴുത്തിനെ വെട്ടി നിലത്തേക്കിട്ട് അവൾ ആ ശിരസുമായി മുന്നോട്ട് നടന്നു. അവൾ പോയി കഴിഞ്ഞതും അവളുടെ ആജ്ഞ അനുസരിച്ചെന്നോണം ബാക്കിയായ ആ ശരീരത്തിന് ചുറ്റും ചെന്നായിക്കൂട്ടം ആർത്തിയോടെ അണിനിരന്നു. ആ ശരീരഭാഗങ്ങൾ അവ ക്രൂരമായി കടിച്ചു മുറിച്ചു. അപ്പോഴേക്കും സമയം രാവിലെ 8 മണിയോടടുത്തിരുന്നു. ഇരുട്ട് പൂർണ്ണമായും ആ വനത്തെ കീഴടക്കി കഴിഞ്ഞു. രമ്യയുടെ മരണമറിയാതെ ബാക്കിയുള്ളവർ ഭയത്തോടെ മുന്നോട്ടേക്ക് ഓടി.
എന്നാൽ നേരം പുലർന്നതും ഇരുട്ട് പൂർണ്ണമായി ആ വനത്തെ കീഴടക്കി കഴിഞ്ഞിരുന്നു. പല വഴിക്കായി ഭയന്ന് ഓടിയവർ ഏകദേശം ആ കാടിന്റെ മധ്യഭാഗത്തോട് അടുത്തെത്തിയിരുന്നു. പരസ്പരം കണ്ടുമുട്ടിയതും അവരുടെ ഉള്ളിലെ ഭയം ചെറുതായി ഇല്ലാതെയായി. എന്നാലും കൺമുന്നിൽ വിമലിന്റെ മരണം അവരെ വല്ലാതെ തളർത്തിയിരുന്നു. രമ്യ എവിടെ? അരുൺ ഭയത്തോടെ ചോദിച്ചപ്പോഴാണ് രമ്യ തങ്ങൾക്കൊപ്പം എത്തിച്ചേർന്നിട്ടില്ല എന്ന കാര്യം അവർ തിരിച്ചറിഞ്ഞത്. ചുറ്റിലും നിറഞ്ഞു നിന്ന അന്ധകാരം ക്രൂരമായ രൂപമാറ്റം സ്വീകരിക്കാൻ തുടങ്ങി. അവൾ എവിടെയെങ്കിലും സുരക്ഷിതമായ സ്ഥാനത്തുണ്ടാവും. ഇരുട്ട് വീണു തുടങ്ങിയതുകൊണ്ട് എവിടെയെങ്കിലും ഇരിക്കുകയാവും. മീനു സ്വയം സമാധാനിച്ചുകൊണ്ട് പറഞ്ഞു. മറ്റുള്ളവർക്ക് അത് വിശ്വസിച്ച് സമാധാനിക്കാൻ മാത്രമേ അപ്പോൾ കഴിയുമായിരുന്നുള്ളൂ. ഈ കാടിന് എന്തോ രഹസ്യമുണ്ട്. ഒരുപക്ഷെ നമ്മൾ കേട്ടറിഞ്ഞതിലും വലിയ ആപത്തുകൾ നമ്മളെ ഇവിടെ കാത്തിരിക്കുന്നുണ്ട്, മീനു ഭയത്തോടെ പറഞ്ഞു. ഈ ഇരുട്ടിൽ ഇനി മുന്നോട്ട് നടക്കുന്നത് അപകടമാണ്. തൽക്കാലം നമുക്ക് ഇന്ന് ഇവിടെ കിടക്കാം. ചന്ദ്രന്റെ വെളിച്ചം വന്നാൽ മാത്രമേ നമുക്കിവിടെ എന്തെങ്കിലും ചെയ്യാൻ കഴിയൂ, മീനു ഭയത്തോടെ പറഞ്ഞു. മറ്റുള്ളവർ അവളുടെ വാക്കുകൾക്ക് തലയാട്ടി. അപ്പോഴും രമ്യയെക്കുറിച്ചുള്ള ചിന്തകൾ അവരെ അലട്ടുന്നുണ്ടായിരുന്നു. അവർ ബാഗുകളിൽ നിന്ന് ആവശ്യ സാധനങ്ങൾ എടുത്ത് നിലത്തേക്ക് കിടക്കാനായി തയ്യാറാക്കി. അരുൺ, നമ്മുടെ രമ്യ, നമുക്കിവിടെ കിടക്കണോ? ഇപ്പോൾ തന്നെ അന്വേഷിച്ചാലോ? മീനു ഭയത്തോടെ ഒന്നുകൂടി ചോദിച്ചു. നമുക്ക് മുന്നിൽ വേറെ വഴിയില്ല മീനു. സൂര്യൻ മറയാതെ ഈ വനത്തിന്റെ ഉള്ളിൽ ഇരുട്ടുമായില്ല. ഇരുട്ടുമറിഞ്ഞ് പ്രകാശം വരാതെ മുന്നോട്ട് നടക്കുന്നത് മരണം വില കൊടുത്ത് വാങ്ങുന്നതിന് തുല്യമാണ്. അവളെ അന്വേഷിച്ചിപ്പോൾ നമ്മൾ പോയാൽ ചിലപ്പോൾ അവളെ കണ്ടെത്തുമ്പോൾ നമ്മൾ ജീവനോടെ ഉണ്ടാകില്ല, അരുൺ വിഷമത്തോടെ പറഞ്ഞു. ഇതേ സമയം ആ വജ്രത്തിന് നടുവിലെ ഒരു മരം മാത്രം പ്രകാശത്തിൽ തിളങ്ങുന്നുണ്ടായിരുന്നു. ആ പ്രകാശത്തിന്റെ അകമ്പടിയോടെ ആ മരത്തിന് ചുവട്ടിലായി ആ പെൺരൂപം വന്നു നിന്നു. ആ മരത്തിൽ നിന്നും തീവ്രമായ പ്രകാശം ആ പെൺകുട്ടിയുടെ ശരീരത്തിലേക്ക് പതിച്ചു. പതിയെ അവളുടെ വായിലെ മൂർച്ചയേറിയ പല്ലുകളുടെ മൂർച്ച കുറയാൻ തുടങ്ങി. കൈകാലുകളിലെ മൂർച്ചയേറിയ നഖങ്ങൾ സാധാരണ രീതിയിലേക്ക് മാറപ്പെട്ടു. പല്ലിൽ പറ്റിയിരുന്ന രക്തക്കറ തനിയെ മാഞ്ഞു. പതിയെ അവളുടെ മുഖം മാറാൻ തുടങ്ങി. ക്രൂരമായ നരഭോജി പെൺകുട്ടിയുടെ മുഖത്തിന് പകരം അവിടെ രമ്യയുടെ മുഖം പ്രത്യക്ഷപ്പെട്ടു. പതിയെ ആ മരത്തിന്റെ പ്രകാശം കെട്ടു. വീണ്ടും ആ വനം മുഴുവനായും ഇരുട്ടിൽ മൂടപ്പെട്ടു. പതിയെ രമ്യയുടെ രൂപത്തിലുള്ള ആ പെൺകുട്ടി മറ്റുള്ളവരെ ലക്ഷ്യമാക്കി നടന്നു. അവളെ അനുഗമിച്ചെന്നോണം ഒരു കൂട്ടം ചെന്നായ്ക്കൾ അവളുടെ പിറകെ കൂട്ടമായി നടന്നു. കുറച്ചു ദൂരം മുന്നോട്ട് നടന്നതും അവളുടെ മൂക്കിലേക്ക് മനുഷ്യന്റെയും മാംസത്തിന്റെയും രക്തത്തിന്റെയും മണം അടിച്ചു കയറി. ആ ഗന്ധം ലക്ഷ്യമാക്കി അവൾ വീണ്ടും മുന്നോട്ട് ചുവടുവെച്ചു. ആ ഗന്ധത്തെ അനുഗമിച്ച് അവൾ ചെന്നെത്തിയത് വരുണിനും കൂട്ടുകാർക്കും അരികിലായിരുന്നു. തനിക്ക് മുന്നിൽ ക്ഷീണത്തോടെ കിടന്നുറങ്ങുന്ന മനുഷ്യരെ കണ്ടപ്പോൾ അവളുടെ പല്ലുകൾ വീണ്ടും മൂർച്ച കൂടാൻ തുടങ്ങി. അവൾ ശബ്ദമുണ്ടാക്കാതെ അവർക്ക് അരികിലേക്ക് നടന്നു. പോകുന്ന വഴിയിൽ കിടന്നിരുന്ന മൂർച്ചയേറിയൊരു മരക്കുറ്റി അവൾ കയ്യിലേക്കെടുത്തു. ക്ഷീണിച്ചുറങ്ങുന്ന മീനുവിന്റെ തലയ്ക്ക് മുകളിലായി രമ്യയുടെ ആ രൂപം വന്നു നിന്നു. പതിയെ അവൾ മീനുവിന്റെ മുടിയിഴകൾ ചെറുതായി ഒന്ന് ഊതി. മീനു ഒന്ന് ഇക്കിളി കൊണ്ട് കുറുകിയെങ്കിലും അവൾ ഉണർന്നില്ല. ആ പെൺരൂപത്തിന്റെ കൈകൾ മീനുവിന് നേർക്ക് നീണ്ടു. മീനുവിന്റെ കാലുകളിൽ അവൾ പതിയെ തലോടി. തന്റെ കാലുകളിൽ ആരുടെയോ സ്പർശമറിഞ്ഞ് മീനു പെട്ടെന്ന് ഉറക്കത്തിൽ നിന്നും ഞെട്ടി ഉണർന്നു. അവൾ തന്റെ മൊബൈൽ ലൈറ്റ് ഓണാക്കിയെങ്കിലും ആരെയും കാണാൻ കഴിഞ്ഞില്ല. ലൈറ്റ് ഓഫാക്കി വീണ്ടും കിടക്കാനായി തുടങ്ങുമ്പോഴാണ് തനിക്ക് കുറച്ച് അകലെയായി നടന്നു നീങ്ങുന്ന പെൺരൂപത്തെ ആ വെളിച്ചത്തിൽ മീനു കണ്ടത്. ഒറ്റ നോട്ടത്തിൽ അത് രമ്യയാണെന്ന് അവൾക്ക് തോന്നി. അവൾ പതിയെ കിടന്നിടത്ത് നിന്നും എഴുന്നേറ്റു. രമ്യ, രമ്യ! മീനു രമ്യയുടെ പേര് വിളിച്ചെങ്കിലും അത് ശ്രദ്ധിക്കാതെ ആ രൂപം മുന്നോട്ട് നടന്നു. ക്ഷീണത്തിൽ ഉറങ്ങിയിരുന്ന മറ്റുള്ളവർ ഇതൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല. മീനു രമ്യയുടെ പുറകിലായി അവളെ വിളിച്ചുകൊണ്ട് അനുഗമിച്ചു. എന്നാൽ ആ വിളികൾ കേൾക്കാത്ത പോലെ ആ രൂപം മുന്നോട്ട് നടന്നു. ആ രൂപത്തിന് പിറകിലായി മീനു അനുഗമിച്ചു. മരണം വില കൊടുത്തു വാങ്ങാനെന്ന പോലെ മീനു ആ രൂപത്തിന് പുറകെ നടന്നു. പെട്ടെന്ന് എവിടെ നിന്നോ ചെന്നായ്ക്കൾ അവൾക്ക് പുറകിലായി വന്നുകൂടി. അവയും മീനുവിന് പുറകിലായി നടന്നു. ഏകദേശം ആ കാടിന് നടുവിലേക്ക് എത്താറായപ്പോൾ കാടിന്റെ ഇരുട്ടില്ലാതാവുന്നത് മീനു ശ്രദ്ധിച്ചു. പെട്ടെന്ന് അവളുടെ പുറകിലായി വന്നിരുന്ന ചെന്നായ്ക്കളുടെ കൂട്ടം എങ്ങോ മറഞ്ഞു. ഇതൊന്നും അവൾ അറിയുന്നുണ്ടായിരുന്നില്ല. അവളുടെ കണ്ണുകൾ ആ മരത്തിലേക്ക് പതിഞ്ഞു. ആ വനത്തിന് നടുവിലായി നിൽക്കുന്ന ഒരു മരം. അതിന്റെ ഇലകളും ശിഖരങ്ങളും വജ്രം പോലെ തിളങ്ങുന്നു. സൂര്യപ്രകാശം പോലും കടന്നു വരാത്ത ആ കാടിന്റെ ഉള്ളിൽ ആ മരം അവൾക്കൊരു അത്ഭുതമായി. മുന്നേ നടന്ന ആ പെൺകുട്ടി ആ മരത്തെ മറികടന്ന് മുന്നോട്ട് നടക്കാൻ തുടങ്ങി. മീനു അവൾക്ക് പിറകിലായി വീണ്ടും നടന്നു. ആ പെൺരൂപത്തെ അനുഗമിച്ച മീനു ആ മരത്തിൽ നിന്നും ചിതറിയ വെളിച്ചത്തിൽ ആ കാഴ്ച കണ്ടു. മരത്തടികൾ കൊണ്ട് നിർമ്മിച്ചൊരു ചെറിയ വീട്. ആ മരത്തെ മറികടന്ന് മീനു മുന്നോട്ട് നടന്നു. അവളുടെ ചുവടുകൾ ആ വീടിനടുത്തേക്ക് ചലിച്ചു. അതിന്റെ അടുത്തേക്ക് നടക്കുമ്പോൾ ആ മരത്തിൽ നിന്നും ലഭിച്ചിരുന്ന പ്രകാശം മങ്ങിത്തുടങ്ങി. എന്തോ മനസ്സിലാകെ വന്നു നിറയുന്ന വല്ലാത്തൊരു തരം ഭയം ആകാംക്ഷയ്ക്ക് മുന്നിൽ വഴിമാറിക്കൊടുത്തു. മീനു പതിയെ മുന്നിലേക്ക് ചുവടുകൾ വെച്ചു. ചാരിയിരുന്ന ആ വീടിന്റെ വാതിൽ അവൾ പതിയെ തള്ളി. ചെറിയൊരു ഞെരുക്കത്തോടെ ആ വാതിൽ അവൾക്ക് മുന്നിൽ തുറക്കപ്പെട്ടു. പെട്ടെന്ന് അസഹ്യമായ രക്തത്തിന്റെ രൂക്ഷഗന്ധം അവളുടെ മൂക്കിലേക്ക് അടിച്ചു കയറി. ആ ദുർഗന്ധം കാരണം അവൾ വിരലുകൾ കൊണ്ട് മൂക്ക് പൊത്തി. ഒരു ഒറ്റമുറി വീട്. താൻ കയറിയതല്ലാതെ വേറൊരു വാതിലും ആ വീടിനില്ല. അവൾ ആ വീടിന്റെ 4 വശങ്ങളിലും തിരഞ്ഞു. തന്റെ മുന്നേ നടന്ന പെൺകുട്ടിയെ ആ വീടിന്റെ ഉള്ളിൽ എങ്ങും കാണുന്നില്ല.
മീനുവിൻ്റെ കണ്ണുകൾ ഭയം കൊണ്ട് നിറഞ്ഞു. അടുത്ത നിമിഷം ആ കാഴ്ച കണ്ട് മീനുവിൻ്റെ കാലുകൾ ഞെട്ടലോടെ പുറകിലേക്ക് ചലിച്ചു. വീടിൻ്റെ മൂലയിലായിരിക്കുന്ന പീഠത്തിൽ ഒരു പെൺകുട്ടിയുടെ ശിരസ്. അവൾ ആ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി. രമ്യ! അവളുടെ ചുണ്ടുകൾ വിറച്ചു. ശരീരം മുഴുവനും മരവിക്കുന്ന പോലെ അനുഭവപ്പെട്ട അവൾ ഒന്ന് നിലവിളിക്കാൻ പോലും കഴിയാതെ തളർന്നുപോയി. രക്തം ഉണങ്ങിപ്പിടിച്ച നിലയിൽ രമ്യയുടെ ശിരസ്. അതിന് കുറച്ചു മാറി വേറെയും കുറേ തലയോട്ടികൾ. മീനുവിൻ്റെ കാലുകൾ തനിയെ പുറകിലേക്ക് ചലിച്ചു. ആരോ നിയന്ത്രിക്കുന്ന പോലെ അവളുടെ ചുവടുകൾ വാതിലിൻ്റെ നേർക്ക് ചലിച്ചു. പുറത്തെത്തിയ മീനു ഉറക്കെ ഒരു നിലവിളിയോടെ എങ്ങോട്ടെന്നില്ലാതെ ഓടി. പ്രകാശം പരത്തുന്ന മരത്തെ മറികടന്ന് അവൾ മുന്നോട്ട് കുതിച്ചു. എന്താണ് താൻ കണ്ടത്? എങ്ങോട്ടെന്നില്ലാതെ ഓടുമ്പോൾ മീനുവിൻ്റെ ഹൃദയം വല്ലാതെ പിടയ്ക്കുന്നുണ്ടായിരുന്നു. ഇതേസമയം ഇരുട്ടിൻ്റെ ഭീകരതയിൽ ഉറങ്ങുകയായിരുന്ന മറ്റുള്ളവർ ഇതൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല. കൂട്ടുകാരുടെ പേര് ഉറക്കി വിളിച്ചുകൊണ്ട് മീനു മുന്നോട്ടോടി. പെട്ടെന്ന് ഏതോ ഒരു മരത്തിൻ്റെ പേരിൽ തട്ടി മീനു നിലത്തേക്ക് വീണു. അവളുടെ കാലുകൾ പൊട്ടി രക്തമൊഴുകാൻ തുടങ്ങി. ആ രക്തത്തിൻ്റെ ഗന്ധം കാറ്റിൽ നാസികയിലേക്ക് അതിവേഗം വലിഞ്ഞു ചേർന്നു. എഴുന്നേൽക്കാൻ ശ്രമിച്ചെങ്കിലും അവൾക്ക് കഴിഞ്ഞില്ല. പെട്ടെന്ന് എന്തോ ഒന്ന് തന്നെ എടുത്തുയർത്തുന്നത് പോലെ അവൾക്ക് അനുഭവപ്പെട്ടു. പിന്നിലേക്ക് നോക്കി അവൾ ഒരു നിമിഷം ഞെട്ടി. പുക പോലെ വെളുത്ത 2 കൈകൾ തന്നെ പിടിച്ചുയർത്തുന്നു. ആ കൈകളെ പിന്തുടർന്ന് അവളുടെ കണ്ണുകൾ ആ കൈയുടെ ഉടമയെ തിരഞ്ഞു. രമ്യ! ആ മുഖം കണ്ട നിമിഷം അവളൊന്ന് പതറി. അപ്പോഴേക്കും മീനു വീണടുത്ത് നിന്നും എഴുന്നേറ്റ് കഴിഞ്ഞിരുന്നു. പതിയെ ആ കൈകൾ കാറ്റിനൊപ്പം വലിഞ്ഞു ചേരുന്നത് അവൾ അത്ഭുതത്തോടെ നോക്കി നിന്നു. അപ്പോഴാണ് അവൾ ഒരു കാര്യം ശ്രദ്ധിച്ചത്. വീണപ്പോൾ മുട്ടിനുണ്ടായ മുറിവ് അതില്ലാതായിരിക്കുന്നു. എന്തൊക്കെയാണ് തനിക്ക് ചുറ്റും സംഭവിക്കുന്നത്? മീനുവിനൊന്നും വിശ്വസിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. എത്രയും പെട്ടെന്ന് കൂട്ടുകാരുടെ അടുത്തെത്തണം. ഈ കാടിൻ്റെ ഉള്ളിൽ നിന്നും എത്രയും പെട്ടെന്ന് പുറത്തു കടക്കണം. മീനു വീണ്ടും മുന്നോട്ട് ചലിച്ചു. കുറച്ചു ദൂരം കൂടി മുന്നോട്ടോടി അവൾ ആശ്വാസത്തോടെ ഒരു നിമിഷം നിന്നു. കുറച്ചു ദൂരെയായി കിടന്നുറങ്ങുന്ന അവളുടെ കൂട്ടുകാർ. മുന്നോട്ട് ചുവട് വയ്ക്കാൻ തുടങ്ങവേ അവർ കിടക്കുന്നിടത്ത് ചെറുതായി കൂട്ടിയിരുന്ന തീയുടെ പ്രകാശത്തിൽ മീനു ആ കാഴ്ച കണ്ട് ഞെട്ടി. അരുൺ കിടക്കുന്നതിൻ്റെ അടുത്തായി കയ്യിൽ മൂർച്ചയേറിയ എന്തോ ആയുധവുമായി നിൽക്കുന്ന 2 രൂപങ്ങൾ. ഒരു നിമിഷം അവളുടെ ശ്വാസം പോലും നിലച്ചു പോകുന്നത് പോലെ തോന്നി അവൾക്ക്. അരണ്ട വെളിച്ചത്തിൽ അവൾ ആ മുഖങ്ങളിലേക്ക് സൂക്ഷിച്ചു നോക്കി. മനുഷ്യരെ പോലെ ഇരുകാലിൽ നിൽക്കുന്ന ആ രൂപങ്ങൾക്ക് മനുഷ്യരുടെ മുഖമല്ലായിരുന്നു. അരുൺ! സർവശക്തിയും സ്വരൂപിച്ച് അവൾ ഉറക്കെ വിളിച്ചു. എന്നാൽ ആ വിളി അവളുടെ കൂട്ടുകാരുടെ കാതുകളിൽ എത്തിയില്ല. ആ വിളിശബ്ദം കേട്ട ആ രൂപങ്ങൾ മീനുവിനെ നേർക്ക് തിരിഞ്ഞു. ആ രൂപങ്ങളുടെ കണ്ണുകൾ ഇരുട്ടിൽ തിളങ്ങി. ഇരയെ കണ്ടെത്തിയ വേട്ടക്കാരെ പോലെ ആ രൂപങ്ങൾ സന്തോഷിച്ചു. കയ്യിലെ ആയുധങ്ങളുമായി ആ രൂപങ്ങൾ മീനുവിന് നേർക്ക് പാഞ്ഞു. നിലച്ചുപോയ കാലുകളും പിടയ്ക്കുന്ന ഹൃദയവുമായി ആ രൂപങ്ങളിലേക്ക് നോക്കി അവൾ സ്തംഭിച്ചു നിന്നു. സ്തംഭിച്ചു നിൽക്കുന്ന മീനുവിൻ്റെ അരികിലേക്ക് കയ്യിൽ ആയുധങ്ങളുമായി ആ രൂപങ്ങൾ പാഞ്ഞെടുത്തു. മീനുവിൻ്റെ ഹൃദയമിടിപ്പ് ഒരു നിമിഷം നിലച്ചു. കൺമുന്നിൽ കണ്ട മരണത്തിന് സ്വയം കീഴടങ്ങിയെന്നോണം അവൾ കണ്ണുകൾ ഇറുക്കിയടച്ചു. മീനു കണ്ണുകൾ അടച്ച ആ നിമിഷത്തിൽ അവളുടെ ശരീരത്തിൽ നിന്നൊരു പ്രത്യേകതരം വെളിച്ചം പുറത്തേക്ക് ചിതറി. ആ വെളിച്ചം പകലിൻ്റെ ഇരുട്ടിനെ ഇല്ലാതാക്കിക്കൊണ്ട് അവൾക്ക് ചുറ്റും പ്രകാശം പരത്തി. അവൾക്ക് നേരെ പാഞ്ഞു വന്ന ആ രൂപങ്ങളുടെ ശരീരത്തിൽ ആ പ്രകാശം പതിഞ്ഞതും അവ ദൂരേക്ക് തെറിച്ചു വീണു. എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാവാതെ ആ രൂപങ്ങൾ വെളിച്ചം മറികടന്ന് ഭയത്തോടെ ഇരുട്ടിലേക്ക് ഓടി പറഞ്ഞു. തനിക്കൊന്നും സംഭവിക്കാത്തതിൽ അത്ഭുതപ്പെട്ട് കണ്ണു തുറന്ന് മീനു കണ്ടത് തൻ്റെ ചുറ്റിലും വെള്ള നിറത്തിൽ ചിതറി നിൽക്കുന്ന പ്രകാശത്തെയായിരുന്നു. പതിയെ അവളുടെ ശരീരത്തിൽ നിന്നും ആ പ്രകാശം മായാൻ തുടങ്ങി. ആ പ്രകാശം പൂർണ്ണമായി മറഞ്ഞതും വീണ്ടും അവിടെ അന്ധകാരത്താൽ മൂടപ്പെട്ടു. തനിക്ക് എന്താണ് സംഭവിച്ചത്? എങ്ങനെയാണ് തൻ്റെ ശരീരത്തിൽ നിന്നും ആ പ്രകാശം? മീനുവിന് മുന്നിൽ കണ്ട ഒന്നും വിശ്വസിക്കാനോ മനസ്സിലാക്കാനോ കഴിയുന്നുണ്ടായിരുന്നില്ല. പെട്ടെന്ന് എന്തോ ഒന്ന് നയിക്കുന്ന പോലെ, ഒന്നും സംഭവിക്കാത്ത പോലെ മീനു മുന്നോട്ട് നടന്നു. അവൾ താൻ കിടന്നിരുന്ന ആ പുതപ്പിന് മേൽ ശബ്ദമുണ്ടാക്കാതെ കിടന്നു. തനിക്ക് എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ടെന്ന സത്യം അവൾ തിരിച്ചറിഞ്ഞു. തൻ്റെ കേൾവിശക്തി വർദ്ധിച്ചിരിക്കുന്നു. തനിക്കടുത്ത് കിടക്കുന്നവരുടെ ഹൃദയമിടിപ്പ് പോലും അവളുടെ ചെവികളിൽ വലിയ ശബ്ദത്തിൽ മുഴങ്ങുന്നു. ചുറ്റും ഇതുവരെ അറിയാത്ത പല ഗന്ധങ്ങളും അവളുടെ മൂക്കിന് തിരിച്ചറിയാൻ കഴിഞ്ഞു. ഇരുട്ടിലും തനിക്ക് ചുറ്റുമുള്ള കാഴ്ചകൾ എല്ലാം കാണാൻ കഴിയുന്നു. തൻ്റെ പഞ്ചേന്ദ്രിയങ്ങളുടെയും ശക്തി വർദ്ധിച്ചിരിക്കുന്നു എന്ന സത്യം ആ നിമിഷം അവൾ തിരിച്ചറിഞ്ഞു. വേണ്ട, മറ്റാരെയും ഇപ്പോൾ ഒന്നും അറിയിക്കേണ്ട. വലിയൊരു അപകടത്തിലേക്കാണ് വന്നുപെട്ടിരിക്കുന്നത്. അതിൽ നിന്ന് രക്ഷപ്പെട്ട് പുറത്തു കടക്കുന്നതുവരെ ആരും ഒന്നും അറിയാൻ പാടില്ല. കൂടെയുള്ളവരുടെ സംരക്ഷണം ഇനി തൻ്റെ ചുമതലയാണ്. മനസ്സിൽ തീരുമാനമെടുത്ത അവൾ പതിയെ ഉറക്കത്തിലേക്ക് വഴുതി വീണു. ആരോ തട്ടി വിളിച്ചപ്പോഴാണ് മീനു കണ്ണു തുറന്നത്. അവൾ വാച്ചിലേക്ക് സമയം നോക്കി. സമയം രാത്രിയോടടുക്കുന്നു. സൂര്യൻ്റെ ഇരുട്ടിനെ ഇല്ലാതാക്കിക്കൊണ്ട് ചന്ദ്രൻ്റെ പ്രഭ ആ വനത്തിലേക്ക് കടന്നു വരാൻ തുടങ്ങി. ചന്ദ്രൻ്റെ വെള്ളി വെളിച്ചത്തിൽ മരങ്ങളും ഇലകളും തിളങ്ങാൻ തുടങ്ങുന്നു. മീനു പതിയെ കിടന്നിടത്ത് നിന്നും എഴുന്നേറ്റു. മീനു, പെട്ടെന്ന് എത്രയും വേഗം മുന്നോട്ട് നടക്കണം. അരുൺ അവളോട് പറഞ്ഞ് ബാഗും എടുത്ത് മുന്നോട്ട് നടന്നു. അരുൺ, എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുണ്ടായിരുന്നു. അതൊക്കെ നടക്കുന്ന വഴിയെ പറയാം, നീ പെട്ടെന്ന് നടക്കാൻ നോക്ക്. അരുൺ അതും പറഞ്ഞ് മുന്നോട്ട് നടന്നു. മീനു പെട്ടെന്ന് തന്നെ പുതപ്പെല്ലാം ബാഗിലാക്കി അവരെ അനുഗമിച്ചു. ആ വനത്തിന് നടുവിലേക്ക് അവർ നടന്നു തുടങ്ങി. പ്രകാശം പരത്തുന്ന ആ മരം അവരെ സ്വീകരിക്കാൻ സന്തോഷത്തോടെ കാത്തുനിന്നു. ഇതേ സമയം ആ പഴയ മരവീട്ടിൽ 2 രൂപങ്ങൾ അവരുടേതായ ഭാഷയിൽ എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ടായിരുന്നു.
പ്രതീക്ഷിച്ച ഇരയെ നഷ്ടമായ ദേഷ്യം ആ മുഖങ്ങളിൽ തെളിഞ്ഞു നിന്നിരുന്നു. രക്തത്തിന്റെ മണം തളം കെട്ടി നിന്നിരുന്ന ആ മുറിയിൽ ചുവന്ന നിറത്തിൽ എന്തോ വെളിച്ചം നിറഞ്ഞിരിക്കുന്നു. മീനുവും കൂട്ടരും മുന്നോട്ട് ചുവടുകൾ വെച്ചു. പെട്ടെന്ന് മീനുവിന്റെ ഹൃദയം വല്ലാതെ ഒന്ന് പിടച്ചു. എന്തോ ഒരു അപകടം പോലെ മീനു ഒരു നിമിഷം നിന്നു. കൂടെയുള്ളവർ എന്താ എന്ന അർത്ഥത്തിൽ അവളെ നോക്കി. മീനു കൈകൊണ്ട് മിണ്ടരുതെന്ന് ആംഗ്യം കാണിച്ചു. ഉടനെ മുകളിൽ നിന്നും എന്തോ ഒന്ന് വലിയ ശബ്ദത്തോടെ അവരുടെ നടുവിലേക്ക് പതിച്ചു. രക്തമിറ്റ് വീഴുന്ന ആ ശവശരീരം, കണ്ണോളും മറ്റും എന്തൊക്കെയോ പക്ഷികൾ കുത്തിപ്പറിച്ചിരിക്കുന്നു. ആ കാഴ്ച കണ്ട് മീനു ഒഴികെ മറ്റുള്ളവർ നിലവിളിയോടെ ചിതറിയോടി. അവരെ പിടിച്ചു നിർത്താൻ മീനു ശ്രമിച്ചുവെങ്കിലും അവൾക്കതിന് കഴിഞ്ഞില്ല. പല വഴിക്കായി ഓടിയവർ ഓരോരോ ഇടങ്ങളിലായി ഭയം കൊണ്ട് ഒളിച്ചു. എന്നാൽ ഭയന്നോടിയ ദീപ തൻ്റെ കൺമുന്നിൽ കണ്ട അത്ഭുത കാഴ്ചയ്ക്ക് മുന്നിൽ ഒരു നിമിഷം അത്ഭുതത്തോടെ നോക്കി നിന്നു. ചന്ദ്രന്റെ പ്രകാശത്തിൽ തിളങ്ങുന്ന ആ വജ്രവനത്തിനുള്ളിലെ രാത്രിയിലും ഇരുട്ടു പരത്തുന്ന മറ്റൊരു മരം. ആ മരത്തിന്റെ ചുറ്റും മാത്രം ഇരുട്ട് നിറഞ്ഞിരിക്കുന്നു. ദീപ അത്ഭുതത്തോടെ ആ മരത്തിനടുത്തേക്ക് നടന്നു. പെട്ടെന്ന് മീനുവിന്റെ ഹൃദയം അപകടം അറിയിച്ചെന്നോണം വീണ്ടും ശക്തിയായി മിടിക്കാൻ തുടങ്ങി. ദീപ മുന്നോട്ട് ചുവടുവെച്ച് വെളിച്ചത്തിൽ നിന്നും ആ മരത്തിന്റെ ഇരുട്ടിലേക്ക് കയറി. പെട്ടെന്ന് ഷോക്കടിച്ച പോലെ അവൾ ദൂരേക്ക് തെറിച്ചു വീണു. ആ ഇരുട്ട് മരത്തിൽ നിന്നും അവളുടെ ശരീരത്തിലേക്ക് ഇരച്ചു കയറി. അവളുടെ ശരീരം മാറാൻ തുടങ്ങി. അവളുടെ പല്ലുകൾ കറുത്ത നിറത്തിൽ കൂർത്തു നീണ്ടു. കൈകാലുകൾ അസാധാരണമായ ശക്തി കൈവരിച്ചു. അവൾക്ക് ചുറ്റും കാലങ്കോഴികളും ചെന്നായ്ക്കളും ഉറക്കെ കൂകി. ആ മരത്തിലുണ്ടായിരുന്ന ഇരുട്ട് മുഴുവനും ശരീരത്തിലേക്ക് വന്ന ആ ഒറ്റ നിമിഷം കൊണ്ട് ദീപ തിന്മയുടെ മൂർത്തിഭാവത്തിലേക്ക് മാറപ്പെട്ടു. അവരെ കൊല്ലാൻ കാത്തിരുന്ന ആ രണ്ട് രൂപങ്ങൾ എവിടെ നിന്നോ വന്ന് അവൾക്ക് മുന്നിൽ അനുസരണയോടെ മുട്ടുമടക്കി. അവൾ കൈകൊണ്ടെന്തോ ആംഗ്യം കാണിച്ചതും അവൾക്ക് മുന്നിൽ മുട്ടുമടക്കി നിന്നവർ എഴുന്നേറ്റ് പുറകിലേക്ക് നടന്നു. ആ രണ്ട് രൂപങ്ങളും പതിയെ ഇരുട്ടിലേക്ക് അലിഞ്ഞു ചേർന്നു. ദീപ ആ മരത്തിനരികിൽ നിന്നും തൻ്റെ കൂടെ വന്നവർക്ക് നേരെ നടന്നു. ഭയത്താൽ പലയിടത്തായി ചിതറിയോടിയ അവരുടെ ഹൃദയമിടിപ്പും രക്തത്തിന്റെ ഗന്ധവും ദീപയുടെ കണ്ണുകളെ രക്തവർണ്ണമാക്കി. ചുടുചോരയുടെ മണം അവൾ ആർത്തിയോടെ ആസ്വദിച്ചു. എന്നാൽ മീനു ഇതെല്ലാം അറിയുന്നുണ്ടായിരുന്നു. തൻ്റെ കൂട്ടത്തിൽ ആരോ ഒരാൾ തിന്മയുടെ ശക്തികൾക്ക് അടിമപ്പെട്ടു എന്ന സത്യം അവൾ മനസ്സിലാക്കി. തിന്മയുടെ ശക്തികൾക്കെതിരെ പടപൊരുതാൻ അവൾ തയ്യാറായി കഴിഞ്ഞിരുന്നു. തൻ്റെ ഉള്ളിലെ നന്മയുടെ ശക്തികൾക്ക് തിന്മയെ എതിരിട്ട് തൻ്റെ കൂടെയുള്ളവരെ രക്ഷിക്കാൻ കഴിയുമെന്ന് അവൾക്ക് ഉറപ്പായിരുന്നു. മീനു പതിയെ തൻ്റെ ശക്തി സ്രോതസ്സായ വജ്രമരത്തെ ലക്ഷ്യമാക്കി നടന്നു. അതിൻ്റെ മുന്നിൽ നിൽക്കുമ്പോൾ മീനുവിൻ്റെ മനസ്സ് സംഘർഷഭരിതമായിരുന്നു. ഞാൻ എന്താണ് ചെയ്യേണ്ടത്? അവൾ ആ മരത്തിന് മുന്നിൽ മുട്ടുമടക്കി തല കുനിച്ചിരുന്ന അവളുടെ ആ തലയിൽ ആരോ വിരൽ സ്പർശമേറ്റാണ് അവൾ തല ഉയർത്തിയത്. തൻ്റെ മുന്നിൽ നിൽക്കുന്ന രൂപത്തെ കണ്ട് അവളുടെ കണ്ണുകൾ വിടർന്നു. വെളിച്ചത്തിൽ പുക പോലെ തോന്നിച്ച ആ രൂപത്തിൻ്റെ വാക്കുകൾക്ക് അവൾ ശരിയെന്നർത്ഥത്തിൽ തലയാട്ടി. പതിയെ ആ രൂപം കാറ്റിൽ അലിഞ്ഞു ചേർന്നു. തൻ്റെ കൂട്ടുകാരെ എത്രയും പെട്ടെന്ന് കണ്ടെത്തണം, ഇല്ലെങ്കിൽ അവരുടെ ജീവൻ ആപത്താണെന്ന് മനസ്സിലാക്കിയ അവൾ അവരെ തേടി നടക്കാൻ തുടങ്ങി. കുറച്ചു ദൂരം മുന്നോട്ട് പോയതും അരുണും മൃദുലയും ഒരു വലിയ മരത്തിന്റെ ചുവട്ടിൽ തളർന്നിരിക്കുന്നത് അവൾ കണ്ടെത്തി. മീനു പതിയെ അവൾക്ക് അരികിലേക്ക് നടന്നു. അരുൺ! മീനുവിന്റെ പിറകിൽ നിന്നുള്ള വിളി കേട്ട് അരുണും മൃദുലയും ഒരുപോലെ ഞെട്ടി. എന്നാൽ പുറകിൽ നിൽക്കുന്ന മീനുവിനെ കണ്ട മൃദുലയുടെ മുഖം സന്തോഷം കൊണ്ട് നിറഞ്ഞിരുന്നു. അവൾ ഓടിച്ചെന്ന് മീനുവിനെ കെട്ടിപ്പിടിച്ച് കരയാൻ തുടങ്ങി. അരുണും അവൾക്ക് അടുത്തേക്ക് വന്നു. നിഖിലും അരുണും ദീപയും എവിടെ? മീനു ഭയത്തോട് ചോദിച്ചു. അവരെ ഞങ്ങൾ കണ്ടില്ല, വാ നോക്കാം. അതും പറഞ്ഞ അരുൺ മുന്നോട്ട് നടന്നു. നിഖിൽ, ദീപ, വരുൺ! 3 പേരുടെയും പേര് ഉറക്കെ വിളിച്ചുകൊണ്ട് അവർ അവരെ തേടി നടന്നു. അരുൺ! പെട്ടെന്ന് എവിടെ നിന്നൊരു വിളി കേട്ട് അരുൺ തിരിഞ്ഞു നോക്കി. ഭയത്തോടെ തങ്ങൾക്ക് നേരെ ഓടി വരുന്ന നിഖിലിനെയാണ് അവർ കണ്ടത്. നിഖിൽ, ദീപയും വരുണും എവിടെ? മീനു ഭയത്തോട് ചോദിച്ചു. ഞാൻ കണ്ടില്ല മീനു, അവരെൻ്റെ ഒപ്പം ഇല്ലായിരുന്നു. വാ നമുക്ക് നോക്കാം, അവരിവിടെ എവിടെയെങ്കിലും തന്നെ ഉണ്ടാവും. അതും പറഞ്ഞ അരുൺ വീണ്ടും മുന്നോട്ട് നടന്നു. ഇതേ സമയം ഭയം കൊണ്ട് വലിയൊരു മരത്തിന്റെ പിറകിൽ മറഞ്ഞു നിന്നിരുന്ന വരുണിന്റെ പിറകിലായി ദീപ വന്നു നിന്നു. അവന്റെ ശരീരത്തിൽ ഒഴുകുന്ന രക്തത്തിന്റെ മണം അവളെ വല്ലാത്ത ഭ്രാന്തമായ ആവേശത്തിലേക്ക് എത്തിച്ചു. വരുണിന്റെ കഴുത്തിലേക്ക് അവളുടെ മുഖം ചേർന്നു. പെട്ടെന്ന് തന്റെ ശിരസിൽ ആരുടെയോ ചുടു ശ്വാസമേറ്റ വരുൺ പെട്ടെന്ന് തിരിഞ്ഞു നോക്കി. തനിക്ക് പുറകിലായി നിന്നിരുന്ന ദീപയെ കണ്ടതും വരുണിന്റെ മുഖം ഭയം മാറി പുഞ്ചിരി വിടർന്നു. ദീപ, നീ എങ്ങനെ ഇവിടെ? ബാക്കിയുള്ളവരെവിടെ? നിങ്ങൾക്ക് എന്തെങ്കിലും പറ്റിക്കാണുമോ എന്നോർത്ത് ഞാനാകെ വല്ലാതെ ഭയന്നു, വരുൺ ആശ്വാസത്തോടെ പറഞ്ഞു. എന്നാൽ ദീപയുടെ മുഖത്ത് ഒരു ഭാവവ്യത്യാസവും ഇല്ലായിരുന്നു. അവൾ വല്ലാത്തൊരു ആവേശത്തോടെ അവന്റെ ശരീരത്തിലേക്ക് തന്നെ നോക്കി നിന്നു. വാ നടക്ക്, നമുക്ക് അവരെവിടെയോ ഉള്ളതെന്ന് നോക്കാം. അതും പറഞ്ഞു വരുൺ മുന്നോട്ട് നടന്നു. എങ്ങോട്ടാ? പുറകിൽ നിന്നുള്ള ദീപയുടെ ശബ്ദം കേട്ട് അവൻ ഒരു നിമിഷം നിന്നു. നീ വരുന്നില്ലേ? അരുണും മീനുവും ഒക്കെ എവിടെയാണെന്ന് നോക്കണ്ടേ, വേഗം വാ. അതും പറഞ്ഞ് വീണ്ടും നടക്കാൻ പോയ വരുണിന്റെ കയ്യിൽ ദീപ പുറകിൽ നിന്നും മുറുകെ പിടിച്ചു. അവളുടെ കയ്യിലെ നഖങ്ങൾ കൊണ്ട് കയ്യിൽ നിന്നും രക്തമൊഴുകാൻ തുടങ്ങി. വിട് ദീപ, നീ എന്താ ഈ ചെയ്യുന്നത്? എനിക്ക് വേദനിക്കുന്നു. വരുൺ വേദനയോടെ അവളുടെ കൈ കുടഞ്ഞു മാറ്റി. അവളെ ദേഷ്യത്തോടെ ഒന്ന് നോക്കിയിട്ട് അവൻ വീണ്ടും മുന്നിലേക്ക് നടന്നു. ദീപ തൻ്റെ അരികിലായി കിടന്നിരുന്ന ഒരു മരക്കുറ്റി കയ്യിലെടുത്തു. അവൾ അതിലേക്ക് സൂക്ഷിച്ചു നോക്കിയതും അതിൻ്റെ അഗ്രം മൂർച്ചയേറിയതായി മാറി. അതുമായി അവൾ വരുണിന്റെ നേർക്ക് നടന്നു. വരുൺ! വരുൺ! പെട്ടെന്ന് അടുത്തെവിടെയോ നിന്നും മീനുവിൻ്റെ ഉറക്കെയുള്ള ശബ്ദം വരുണിന്റെ കാതുകളിൽ മുഴങ്ങി.
മീനുവിന്റെ ശബ്ദം കേട്ട വരുണിന്റെ കണ്ണുകളിൽ സന്തോഷം നിറഞ്ഞു. മീനു എന്ന് ഉറക്കെ വിളിച്ചുകൊണ്ടവൻ ആ വിളി കേട്ടിടത്തേക്ക് നടന്നു. എന്നാൽ ദീപയുടെ കണ്ണുകൾ ദേഷ്യത്താൽ ചുവന്നു തുടുത്തിരുന്നു. ഒരു മരത്തിന് പിന്നിൽ മറഞ്ഞ അവൾ ദേഷ്യത്തോടെ മീനുവിനെ നോക്കി പല്ല് കടിച്ചു. വരുൺ! തനിക്ക് നേരെ നടന്നു വരുന്ന വരുണിനെ മീനു സന്തോഷത്തോടെ നോക്കി. അവൻ സന്തോഷത്തോടെ ഓടിച്ചെന്ന് അവന്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു. നിറഞ്ഞ കണ്ണുകൾ തുടച്ച് മീനു വരുണിന്റെ കവിളിൽ തുരുതുരാ ചുംബിച്ചു. എന്താടാ, എന്ത് പറ്റി? എന്തിനിത്ര സങ്കടം? വരുൺ അവളുടെ കണ്ണിൽ നിന്നൊഴിയെ കണ്ണുനീർ തുടച്ചുകൊണ്ട് ചോദിച്ചു. അറിയില്ല, നിന്നെ കാണാതായപ്പോൾ എൻ്റെ മനസ്സ് എന്തോ വല്ലാതെ ഭയന്നു. നിന്നെ എനിക്ക് നഷ്ടമാകുമോ എന്ന് പോലും ഞാൻ ഒരു നിമിഷം ചിന്തിച്ചു. അവളുടെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞു. ഒന്നുമില്ലടാ, നീ വാ. ബാക്കിയുള്ളവരെവിടെ? പേടിച്ചിരിക്കുമായിരിക്കും. അതും പറഞ്ഞ് വരുൺ അവളുടെ കയ്യിൽ പിടിച്ചു. അപ്പോഴാണ് മീനു വരുണിന്റെ കയ്യിൽ നിന്നും രക്തം പൊടിയുന്നത് കണ്ടത്. ആ രക്തം എന്തോ ഒരു പ്രത്യേകതരം നിറം പ്രാപിച്ചിട്ടുണ്ടായിരുന്നു. അത് കണ്ട മീനുവിന്റെ കണ്ണുകളിൽ പെട്ടെന്ന് വിവരിക്കാൻ കഴിയാത്ത എന്തൊക്കെയോ ഭാവങ്ങൾ മിന്നിമറഞ്ഞു. ഈ മുറിവ് എങ്ങനെ ഉണ്ടായതാ? മീനു വരുണിന്റെ മുഖത്തേക്ക് നോക്കി ഭയത്തോടെ ചോദിച്ചു. ഒന്നുമില്ല മീനു, അതൊരു ചെറിയ മുറിവല്ലേ, നീ പേടിക്കണ്ട. വരുൺ അവളെ സമാധാനിപ്പിക്കാൻ ഒരു ശ്രമം നടത്തി. അതല്ല വരുൺ, പറയേ, ഈ മുറിവ് എങ്ങനെയാണ് നിന്റെ കയ്യിലുണ്ടായത്? അവൾ ആകാംക്ഷയോടെ ഉത്തരത്തിനായി അവന്റെ കണ്ണിലേക്ക് നോക്കി ചോദിച്ചു. അത് ദീപയുടെ കയ്യിലെ നഖം കൊണ്ട് കീറിയതാ. എപ്പോൾ? എന്നിട്ട് ദീപ എവിടെ? അവൾ എൻ്റെ പുറകെ ഉണ്ടായിരുന്നു. അതും പറഞ്ഞ് വരുൺ തിരിഞ്ഞു നോക്കി. എന്നാൽ അവിടെയെങ്ങും അവൻ അവളെ കാണാൻ കഴിഞ്ഞില്ല. അവൾ ചിലപ്പോൾ അവർക്കടുത്തേക്ക് പോയിട്ടുണ്ടാകും. നീ വാ, നമ്മളെ കാണാതെ അവർ സങ്കടപ്പെടുന്നുണ്ടാവും. വരുൺ മീനുവിന്റെ കയ്യിൽ പിടിച്ച് മുന്നോട്ട് നടന്നു. ദീപയുടെ വിരലേറ്റുമുറിഞ്ഞ ആ കൈ മീനുവിന്റെ കയ്യിൽ മുറുകിയപ്പോൾ അവളുടെ ഹൃദയം അപകടം അറിയിച്ചുകൊണ്ട് വേഗത്തിലിടിച്ചു. മീനു വരുണിന്റെ ഒപ്പം അവരുടെ കൂട്ടുകാർക്കരികിലേക്ക് നടന്നു. അവിടെ ചെന്നപ്പോൾ ദീപ പുഞ്ചിരിച്ച മുഖവുമായി അവരെ നോക്കി ആ കൂട്ടത്തിൽ ഇരിപ്പുണ്ടായിരുന്നു. എന്നാൽ പുഞ്ചിരിക്ക് പിന്നിൽ ദീപ ഒളിപ്പിച്ച ക്രൂരതയുടെ ആ മുഖം മീനു തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരുന്നു. മീനു ദീപയുടെ കണ്ണുകളിലേക്ക് തന്നെ സൂക്ഷിച്ചു നോക്കി. മീനുവിന്റെ ആ നോട്ടം സഹിക്കാനാവാതെ ദീപ തല താഴ്ത്തി. മീനുവിനെയും വരുണിനെയും കണ്ട കൂട്ടുകാർ സന്തോഷത്തോടെ അവർക്ക് നേരെ എഴുന്നേറ്റ് വന്നു. അവരുടെ മനസ്സിൽ കൂട്ടുകാരെ കണ്ടെത്തിയ സന്തോഷമായിരുന്നു. വരുൺ അവരോടൊപ്പം ഇരുന്നു. എന്നാൽ തങ്ങളെ കണ്ടിട്ടും സന്തോഷമില്ലാത്ത ആ ഒരു മുഖത്തേക്ക് തന്നെ നോക്കി മീനു നിന്നു. ദീപ! മീനുവിന്റെ വിളി കേട്ട് അവൾ കണ്ണുകൾ ഉയർത്തി നോക്കി. എന്താ? എനിക്ക് നിന്നോട് കുറച്ച് സംസാരിക്കണം, ഒറ്റയ്ക്ക്. മീനു അതും പറഞ്ഞ് മുന്നോട്ട് നടന്നു. ദീപയും കൂട്ടത്തിൽ നിന്നും എഴുന്നേറ്റ് അവളുടെ പിറകെ നടന്നു. കൂട്ടുകാർ എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാവാതെ അവർ പോകുന്നത് നോക്കിയിരുന്നു. കൂട്ടുകാരിൽ നിന്ന് മാറി ഒരു വലിയ മരത്തിനടുത്തായി മീനു നിന്നു. ദീപയും അവൾക്ക് മുന്നിലായി വന്നു നിന്നു. എന്താ നിനക്ക് പറയാനുള്ളത്? ദീപ ദേഷ്യത്തോടെ മീനുവിനെ നോക്കി ചോദിച്ചു. നീ ആരാണെന്ന് എനിക്ക് മനസ്സിലായി കഴിഞ്ഞു ദീപ, നിർത്തിക്കോ. എൻ്റെ കൂട്ടുകാരുടെ ചോര കൊണ്ടുള്ള നിന്റെ ഈ കളി, അതിന് തുടർന്നാൽ അത് നിനക്ക് നല്ലതിനാവില്ല. ദീപ ഉറക്കെ ചിരിച്ചു. നീ ആരാ എന്നെ തടയാൻ? എൻ്റെ വഴിയെ വരാതിരിക്കുന്നതാണ് നിനക്ക് നല്ലത്. ഇല്ലെങ്കിൽ നിന്നെയും ഞാൻ നശിപ്പിക്കും, ദീപ ക്രൂരമായ മുഖത്തോടെ പറഞ്ഞു. പുച്ഛത്തോടെ മീനുവിനെ ഒന്നുകൂടി നോക്കി ദീപ തിരികെ ബാക്കിയുള്ളവർക്ക് അരികിലേക്ക് നടന്നു. അലക്സാണ്ട്ര! പുറകിൽ നിന്നുള്ള മീനുവിന്റെ വിളി കേട്ട് മുന്നിലേക്ക് വന്ന ദീപയുടെ കാലുകൾ നിശ്ചലമായി. ഞെട്ടലോടെ അവൾ മീനുവിന് നേരെ തിരിഞ്ഞു. മുഖത്തൊരു പുഞ്ചിരിയുമായി മീനു അവൾക്ക് നേരെ നടന്നെടുത്തു. ഇതേസമയം മൂർച്ചയേറിയൊരു അമ്പ് മീനുവിനെ ലക്ഷ്യമാക്കി പുറകിലൂടെ അവൾക്ക് നേരെ പാഞ്ഞു വരുന്നുണ്ടായിരുന്നു. മീനുവിന്റെ പുറകിലൂടെ പാഞ്ഞു വന്ന അമ്പിലേക്ക് ദീപ ക്രൂരമായ ഒരു ചിരിയോടെ നോക്കി. എന്നാൽ അവളുടെ മുഖത്തെ ചിരിയെ മായ്ച്ചുകൊണ്ട് മീനു തനിക്ക് നേരെ പാഞ്ഞു വന്ന അമ്പിനെ അനായാസം കൈക്കുള്ളിലാക്കി. മീനു ദീപയെ നോക്കി പുഞ്ചിരിക്കവേ ദീപയുടെ മുഖം കോപം കൊണ്ട് ചുവന്നു. നീ ഇതെങ്ങനെ നിനക്കിത് സാധിച്ചു? ദീപ ദേഷ്യത്തോട് ചോദിക്കുമ്പോൾ അതിന് മറുപടിയായി മീനു ഒന്ന് പുഞ്ചിരിക്കുക മാത്രമേ ചെയ്തുള്ളൂ. നിർത്തു നിന്റെ ചിരി. നിന്റെ മുഖത്തെ ഈ പുഞ്ചിരി ഉണ്ടല്ലോ, അതിന് അധിക കാലം ഉണ്ടാവില്ല. നീയും നിന്റെ കൂടെയുള്ളവരും ജീവനോടെ ഈ കാട്ടിൽ നിന്നും തിരിച്ചു പോകില്ല. നിങ്ങളുടെ ഓരോരുത്തരുടെയും രക്തം എനിക്ക് വേണം, എൻ്റെ ദാഹമകറ്റാൻ. എന്നെ തേടി എൻ്റെ രഹസ്യമറിയാനല്ലേ നിങ്ങൾ വന്നത്? ആ രഹസ്യമറിഞ്ഞ ആരും ഈ വജ്രവനത്തിൻ്റെ ഉള്ളിൽ നിന്നും ജീവനോടെ തിരിച്ചു പോയിട്ടില്ല. ഈ മരണവനം, ഇത് ഈ അലക്സാണ്ട്രയുടെ കോട്ടയാണ്. ഈ വനത്തെ ഇങ്ങനെ ആക്കി മാറ്റാൻ ഞാൻ എത്രത്തോളം കഷ്ടപ്പെട്ടു എന്ന് നിനക്കറിയില്ല. എന്നെ തോൽപ്പിച്ച് ഈ വനത്തെ വീണ്ടെടുക്കാൻ കഴിയുമെന്ന് നീ വിചാരിക്കണ്ട, ദീപ ദേഷ്യത്തോടെ പറഞ്ഞു. നിന്റെ ദുരാഗ്രഹമാണ് അലക്സാണ്ട്ര, വെറും ദുരാഗ്രഹം. നിന്റെ ആഗ്രഹങ്ങൾക്കെല്ലാം അറുതി വരുത്താനാണ് ഞാൻ വന്നിരിക്കുന്നത്. എൻ്റെ കൂട്ടുകാരിയുടെ ശരീരത്തിൽ നിന്നും ഇറങ്ങിപ്പോകുന്നതാണ് നിനക്ക് നല്ലത്. ഇനിയും ചോര കൊണ്ടുള്ള നിന്റെ ഈ കളി തുടരുമെന്ന് നീ വ്യാമോഹിക്കണ്ട. മീനു ഒരു മുന്നറിയിപ്പെന്നോണം പറഞ്ഞു നിർത്തി. ഇല്ലെങ്കിലോ? ഞാൻ പോയില്ലെങ്കിൽ നീ എന്ത് ചെയ്യും? എന്നെ ഇല്ലാതാക്കിയാൽ അതിനോടൊപ്പം നശിക്കുന്നത് നിന്റെ കൂട്ടുകാരിയുടെ ജീവൻ കൂടിയായിരിക്കും. അല്ലാതെ ഈ അലക്സാണ്ട്ര ഒറ്റയ്ക്ക് പോകുമെന്ന് നീ കരുതണ്ട. നീ ആരാണെന്ന് എനിക്ക് നന്നായി അറിയാം. ഇതിനു മുമ്പ് പലരും നിന്നെപ്പോലെ എന്നെ നശിപ്പിക്കാൻ ശ്രമിച്ച് ജീവൻ വെടിഞ്ഞ കാടാണിത്. നിന്റെ രക്തവും ഈ കാടിൻ്റെ കാറ്റിൽ ഞാൻ അലിയിക്കും. അവൾ ഉറക്കെ പൊട്ടിച്ചിരിച്ചു. സൂര്യവംശം കോവിലകത്തെ വെളുത്തവാവ് ദിവസം ജന്മം കൊണ്ട അനീഴം നക്ഷത്രക്കാരി മീനാക്ഷി. എന്നെ നശിപ്പിക്കാൻ നന്മയുടെ പടയാളികൾ തിരഞ്ഞെടുത്ത പുതിയ ആയുധം, ഒരു പീറപ്പെണ്ണ്. അതും പറഞ്ഞ് ദീപ ഉറക്കെ പൊട്ടിച്ചിരിച്ചു. ആ ചിരി ആ മരണവനം മുഴുവനും മുഴങ്ങി കേട്ടു.
മീനുവിൻ്റെ കൂട്ടുകാർ ആ ചിരിശബ്ദം കേട്ട് വല്ലാതെ പരിഭ്രമിച്ചു. അവരുടെ മനസ്സ് മീനാക്ഷിയെയും ദീപയെയും തിരഞ്ഞു. അവർ നിന്നിടത്ത് നിന്ന് മീനു പോയ വഴി ലക്ഷ്യമാക്കി മുന്നോട്ട് നടന്നു. ഇതേ സമയം കുറച്ചു മാറി ദീപയും മീനുവും നിൽക്കുന്നുണ്ടായിരുന്നു. നിനക്കറിയണ്ടേ ഈ വജ്രവനത്തെ ഇന്നത്തെ രൂപത്തിൽ ഞാൻ ആക്കിയത് എങ്ങനെയാണെന്ന്? വജ്രശോഭയിൽ മിന്നിയിരുന്ന ഈ കാട്ടിലെ പകലുകൾ എങ്ങനെ ഇത്ര ഭീകരമായി എന്ന് നിനക്കറിയണ്ടേ? എല്ലാം നിനക്ക് ഞാൻ പറഞ്ഞു തരാം. അതിനു മുമ്പ് നീ എൻ്റെ ശരിക്കുള്ള രൂപം കാണണ്ടേ? ദേഷ്യം കൊണ്ട് ചുവന്ന ദീപയുടെ മുഖം പതിയെ മാറാൻ തുടങ്ങി. കറുത്ത വസ്ത്രമണിഞ്ഞ് ചോര കിനിയുന്ന കണ്ണുകളുള്ള സുന്ദരിയായ ഒരു സ്ത്രീ രൂപത്തിലേക്ക് അവളുടെ രൂപം മാറപ്പെട്ടു. അലക്സാൻഡ്ര! ആ സ്ത്രീ രൂപം കണ്ട മീനുവിൻ്റെ ചുണ്ടുകൾ മന്ത്രിച്ചു. കാട് മുഴങ്ങുമാർ ഉച്ചത്തിൽ ആ പെൺരൂപം വീണ്ടും പൊട്ടിച്ചിരിച്ചു. അതെ അലക്സാൻഡ്ര, ഈ കാടിൻ്റെ അധികാരി. നിനക്കെന്നല്ല, ആർക്കും എന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല. വീണ്ടും വീണ്ടും അവൾ ഉറക്കെ പൊട്ടിച്ചിരിച്ചു. ഇല്ല അലക്സാൻഡ്ര, നിന്റെ ഈ അഹങ്കാരം ഞാൻ അവസാനിപ്പിക്കും. വരുന്ന കറുത്തവാവ് ദിവസം അന്ന് ഞാൻ നിന്റെ വിധി എഴുതും. ഈ കാടിൻ്റെ അകത്ത് നീ കാരണം ബലി കഴിക്കപ്പെട്ട ഒരുപാട് പേരുടെ ജീവന് വേണ്ടി, അവരുടെ ആത്മശാന്തിക്ക് വേണ്ടി നിന്റെ നാശം കൊണ്ടൊരു വിധി. മീനുവിൻ്റെ വാക്കുകൾ അവളെ വീണ്ടും കൂടുതൽ ദേഷ്യം പിടിപ്പിച്ചു. അവളുടെ മുഖം വികൃതമാകാൻ തുടങ്ങി. കണ്ണുകളിൽ നിന്നും രക്തം പുറത്തേക്ക് ഒഴുകി. ഇതേ സമയം മീനുവിനെയും ദീപയെയും തേടി വന്ന അവരുടെ കൂട്ടുകാർ ഏകദേശം അവർക്ക് അടുത്തെത്തി കഴിഞ്ഞിരുന്നു. വീണ്ടും മുന്നോട്ടുള്ള ഓരോ ചുവടുകളായി അവർ വച്ചു. മുന്നിൽ വന്നിരുന്ന വരുൺ പെട്ടെന്നൊരു നിമിഷം നിന്നു. അവൻ്റെ കണ്ണിൽ ഭയം നിറഞ്ഞു. മുന്നിൽ കണ്ട കാഴ്ചയിലേക്ക് അവൻ വിരൽ ചൂണ്ടി. അവിടേക്ക് നോക്കിയ ബാക്കിയുള്ളവരുടെ കണ്ണുകളും ഭയം കൊണ്ട് നിറഞ്ഞു. ഇതേ സമയം അവർക്ക് പുറകെ അവർ അറിയാതെ അവരുടെ ചുടുരക്തത്തിൻ്റെ ഗന്ധം ആസ്വദിച്ച് മറ്റൊരു രൂപം കൂടെ ഉണ്ടായിരുന്നു. കയ്യിൽ മൂർച്ചയേറിയ ആയുധവുമായി അവർക്ക് തൊട്ടു പിന്നിൽ എത്തി നിൽക്കുന്ന ഒരു രൂപം. ആ രൂപത്തിൻ്റെ കയ്യിലെ മൂർച്ചയേറിയ കത്തി വരുണിൻ്റെ നേർക്കുയർന്നു. കറുത്ത പുകച്ചുരുളുകൾക്കിടയിൽ രക്തം ചിതറിയ മുഖവും തീ പാറുന്ന കണ്ണുകളുമായി മീനുവിൻ്റെ മുന്നിൽ നിൽക്കുന്ന സ്ത്രീരൂപത്തെ കണ്ട് മീനുവിനെ തേടി വന്നവർ ഭയന്ന് വിറച്ചു. മീനു! കൂട്ടുകാരുടെ ഉറക്കെയുള്ള വിളി കേട്ട് മീനു അവിടേക്ക് തിരിഞ്ഞു നോക്കി. അവിടെ കണ്ട കാഴ്ച ഞെട്ടിക്കുന്നതായിരുന്നു. വരുണിൻ്റെ തൊട്ടുപുറകിൽ കത്തിയുമായി നിൽക്കുന്ന രൂപം. എന്ത് ചെയ്യണമെന്നറിയാതെ മീനു ഒരു നിമിഷം പകച്ചു. എന്നാൽ പെട്ടെന്ന് തന്നെ എന്തോ ചിന്തിച്ച് അവൾ ആകാശത്തേക്ക് കൈകളുയർത്തി. അവളുടെ കയ്യിൽ മൂർച്ചയേറിയൊരു വാൾ പ്രത്യക്ഷപ്പെട്ടു. സംഭവിക്കുന്നതൊന്നും വിശ്വസിക്കാൻ കഴിയാതെ പകച്ചു നിൽക്കുന്ന കൂട്ടുകാർക്ക് നേരെ മീനു ആ വാൾ നീട്ടിയെറിഞ്ഞു. ഒരു നിമിഷം അവരൊന്ന് ഞെട്ടി. എന്നാൽ ആ വാൾ വരുണിനെയും കടന്ന് അവൻ്റെ പിന്നിൽ കത്തിയുമായി നിന്ന രൂപത്തിൻ്റെ തലയേർത്ത് നിലത്തിട്ടു. അപ്പോഴാണ് വരുണും കൂട്ടുകാരൻ തങ്ങളെ പിന്തുടർന്ന ആപത്ത് തിരിച്ചറിഞ്ഞത്. അവരുടെ ഹൃദയം ഭയം കൊണ്ട് പെരുമ്പറ കൊട്ടാൻ തുടങ്ങി. മീനുവിന് മുന്നിൽ തങ്ങളെ തന്നെ സൂക്ഷിച്ചു നോക്കി നിൽക്കുന്ന ആ സ്ത്രീ രൂപത്തിലേക്ക് അവർ ഭയത്തോടെ നോക്കി. അടുത്ത നിമിഷം അവർ നോക്കി നിൽക്കെ അലക്സാൻഡ്രയുടെ ആ രൂപം പുകയായി മറഞ്ഞു. പുഞ്ചിരിയോടെ നിന്നിരുന്ന മീനുവിൻ്റെ അരികിലേക്ക് അവർ ഭയത്തോടെ ഓടിയെടുത്തു. അത് ആരായിരുന്നു? ആ സ്ത്രീ അവരാരാ? ദീപ എവിടെ? അവളുടെ കൂട്ടുകാർ ഒറ്റ ശ്വാസത്തിൽ ചോദിച്ചു. മീനു കുറച്ചു നേരം ആ ചോദ്യങ്ങൾക്ക് മുന്നിൽ മൗനം പാലിച്ചു. വീണ്ടും കൂട്ടുകാർ ചോദ്യം ആവർത്തിച്ചപ്പോൾ അവൾക്ക് സത്യങ്ങൾ പറയേണ്ടി വന്നു. മീനു പറഞ്ഞു തുടങ്ങി. അവൾ അലക്സാൻഡ്ര. എന്നാൽ അവളിപ്പോൾ ഉള്ളത് നമ്മുടെ ദീപയുടെ ശരീരത്തിലാണ്. ആരാ ഈ അലക്സാൻഡ്ര? വരുൺ ഭയത്തോടെ ചോദിച്ചു. അവളാണ് നമ്മൾ തേടി വന്ന ഈ കാടിൻ്റെ രഹസ്യം. ഈ വജ്രവനത്തിൻ്റെ ഇപ്പോഴുള്ള അവസ്ഥയ്ക്ക് കാരണക്കാരി. പണ്ട് നമ്മളെപ്പോലൊരു യുവതിയായിരുന്ന അവൾക്ക് കാടുകളും യാത്രകളും ഒരുപാട് ഇഷ്ടമായിരുന്നു. പുതിയ പുതിയ കാഴ്ചകൾ കാണാൻ അവൾ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു. മന്ത്രങ്ങളും ഭൂതപ്രേതങ്ങളിലുമെല്ലാം ഒരുപാട് വിശ്വസിച്ചിരുന്ന ഒരു പെൺകുട്ടി. അങ്ങനെ ഇരിക്കുകയാണ് അവൾ ഈ വജ്രവനത്തെക്കുറിച്ചറിഞ്ഞ് ഇവിടെ എത്തിയത്. ഇവിടുത്തെ അത്ഭുത കാഴ്ചകൾ അവളെ ഒരുപാട് ആകർഷിച്ചു. എന്നാൽ അവൾ അറിയാത്ത ഒരുപാട് രഹസ്യങ്ങൾ അവളെ ഇവിടെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. ഒരുപാട് ആപത്തുകളും. കറുത്തവാവ് ദിനത്തിലെ പാപജാതകത്തിൽ ജനിച്ച അവളുടെ വരവ് കാത്തിരിക്കുന്ന ഒരു കൂട്ടം ശക്തികൾ ഇവിടെ ഉണ്ടായിരുന്നു. ഈ കാടിന് നടുവിൽ ഒരു മരമുണ്ട്. അതിനും ഒരു കഥയുണ്ട്. ചോരയുടെ മണമുള്ളൊരു കഥ. പണ്ട് 1000 വർഷങ്ങൾക്ക് മുമ്പ് ഈ കാടിന് ചുറ്റുമുണ്ടായിരുന്ന ഗ്രാമത്തിലെ ജനങ്ങളെ ജീവനോടെ ഭക്ഷിച്ചിരുന്ന, അവരുടെ ചുടുരക്തം കുടിച്ചിരുന്ന ഒരു കൂട്ടം ആൾക്കാർ ഈ കാടിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. എന്നാൽ ആ ഗ്രാമങ്ങളെ ഈ അവസ്ഥയിൽ നിന്ന് രക്ഷിക്കാനായി മഹാമാന്ത്രികരായി 8 പേർ ചേർന്ന് ആ മനുഷ്യമൃഗങ്ങളെ മുഴുവനായി ഇല്ലാതാക്കി. അവയുടെ ദുരാത്മാക്കളെ ആവാഹിച്ച് കാടിന് നടുവിലെ ആ മരത്തിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിപ്പിച്ചു. പിന്നീട് ആ ഗ്രാമത്തിലുള്ളവർ സമാധാനമായി ജീവിച്ചു. എന്നാൽ പാപജാതകത്തിൽ ജനിച്ച അലക്സാൻഡ്രയുടെ വരവോടെ ആ ശക്തികൾ മോചിതരായി. തിന്മയുടെ മൂർത്തിഭാവമായി ആ പെൺകുട്ടി മാറപ്പെട്ടു. ഇന്നും അവളാണ് ഈ കാട് ഭരിക്കുന്നത്. അതെ, പാപജാതകത്തിൽ ജനിച്ച നമ്മുടെ ദീപയുടെ ശരീരത്തിൽ ഇപ്പോൾ അവളാണ് ആ അലക്സാൻഡ്ര. അലക്സാൻഡ്രയുടെ ശരീരത്തിലൂടെ മോചിപ്പിക്കപ്പെട്ട ആ തിന്മയുടെ ശക്തികൾ കാടിന് ചുറ്റുമുള്ള ആ ഗ്രാമങ്ങളെ മുഴുവനും ചുട്ടരിച്ചു. അവൾ അവൾക്കായി ഒരു സൈന്യത്തെ ഒരുക്കി. എന്നാൽ തിന്മയുടെ ഒരു ശക്തി ഉള്ള പോലെ നന്മയ്ക്കും ഒരു ശക്തി ഉണ്ടായിരുന്നു. അത് കാത്തിരിക്കുകയായിരുന്നു വെളുത്തവാവ് ദിവസം ജന്മം കൊണ്ട് അനിഴം നക്ഷത്രകാരിയായ ഒരു പെൺകുട്ടിക്ക് വേണ്ടി, എനിക്ക് വേണ്ടി. അത് പറഞ്ഞു തീർന്നതും മീനുവിൻ്റെ ശരീരം വല്ലാതെ പ്രകാശിക്കാൻ തുടങ്ങി. ആ പ്രകാശം ആ കാട്ടിലാകെ പടർന്നു.
ഇനി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? വരുൺ പതർച്ചയോടെ ചോദിച്ചു. ദീപയെ നമുക്ക് രക്ഷിക്കണം. അതിന് അലക്സാണ്ട്രയെ തോൽപ്പിക്കണം. എനിക്ക് മാത്രമേ അതിന് സാധിക്കൂ. മീനുവിൻ്റെ വാക്കുകൾ കേട്ട് കൂട്ടുകാർ പ്രതീക്ഷയോടെ അവളെ നോക്കി. പക്ഷെ അതിനൊരു പ്രശ്നമുണ്ട്. എന്താണത്? കൂട്ടുകാർ പതർച്ചയോടെ ചോദിച്ചു. ദീപയെ രക്ഷിക്കണമെങ്കിൽ വരാൻ പോകുന്ന കറുത്തവാവ് ദിവസം, ചന്ദ്രനെ തിന്മയുടെ ശക്തികൾ വിഴുങ്ങുന്ന ആ ഇരുണ്ട ദിവസം, അന്ന് വേണം അലക്സാണ്ട്രയെ ഇല്ലാതാക്കാൻ. പക്ഷെ അന്ന് ആ ദിവസമാണ് അവൾക്ക് ഏറ്റവും അധികം ശക്തി കൈവരിക്കുന്നതും എൻ്റെ ശക്തികൾ ക്ഷയിക്കുന്നതും. നമ്മുടെ ദീപ, അവളിപ്പോൾ എവിടെയാ? മീനുവിൻ്റെ കൂട്ടുകാർ ഭയത്തോടെ ചോദിച്ചു. ആ ചോദ്യത്തിന് മീനുവിൻ്റെ പക്കൽ ഉത്തരമില്ലായിരുന്നു. അവൾ ഈ കാടിൻ്റെ ഉള്ളിൽ തന്നെയുണ്ട്. ഒരുപക്ഷെ നമ്മളെ കണ്ടുകൊണ്ട് നമ്മുടെ അടുക്കൽ തന്നെ മറഞ്ഞിരിക്കുന്നുണ്ടാവും. മീനുവിൻ്റെ വാക്കുകൾ കേട്ട് കൂട്ടുകാർ ഭയത്തോടെ ചുറ്റും നോക്കി. എന്നാൽ ആരെയും അവർ കണ്ടില്ല. അവരെ മാത്രം നോക്കി നിന്നിരുന്ന ആ 2 കണ്ണുകളിലേക്ക് അവരുടെ കണ്ണുകൾ പതിഞ്ഞതുമില്ല. മീനു കൂട്ടുകാരെയും കൂട്ടി മുന്നോട്ട് നടന്നു. ദീപയുടെ അവസ്ഥയിൽ അവർക്കെല്ലാം വല്ലാത്ത സങ്കടമുണ്ടായിരുന്നു. മീനു കൂടെയുള്ളതായിരുന്നു അവർക്ക് ഏക ആശ്വാസം. അവൾ എങ്ങനെയും ദീപയെ രക്ഷിക്കുമെന്നും തങ്ങളെ ഈ ആപത്തുകളിൽ നിന്നും മോചിപ്പിക്കുമെന്നും അവർ വിശ്വസിച്ചു. തങ്ങളെ കാത്തിരിക്കുന്ന ആപത്തുകൾ അറിയാതെ അവർ മുന്നോട്ട് നീങ്ങി. നേരം പുലരാൻ തുടങ്ങിയിരിക്കുന്നു. ചന്ദ്രന്റെ പ്രഭയെ മറച്ചുകൊണ്ട് ഇരുട്ട കാടിനെ കീഴടക്കാൻ തുടങ്ങി. ചന്ദ്രന്റെ പ്രഭയിൽ തിളങ്ങി നിന്നിരുന്ന ആ കാടിന്റെ രൂപം പതിയെ ഭീകരമാകാൻ തുടങ്ങി. ചുറ്റും തിങ്ങി നിൽക്കുന്ന ചെടികൾ പോലും വല്ലാതെ ഭയപ്പെടുത്തുന്നു. മീനുവിന്റെ കൂട്ടുകാരുടെ ഉള്ളിൽ അതുവരെ ഇല്ലാത്തൊരു തരം ഭയം നിറഞ്ഞു. അവർ മീനുവിന്റെ മുഖത്തേക്ക് നോക്കി. എന്നാൽ അവളുടെ മുഖത്ത് പുഞ്ചിരി തെളിഞ്ഞു നിന്നിരുന്നു. ഭയപ്പെടേണ്ട എന്ന് മീനു കൂട്ടുകാരോടായി പറഞ്ഞു. ഇന്നത്തെ പകലൊന്നും സംഭവിക്കില്ല. അവൾ നമ്മുടെ ഭയത്തെ അളക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇന്നവൾ നേരിട്ട് നമ്മുടെ മുന്നിൽ വരില്ല. ഈ കാടിന്റെ ഭീകരതയിൽ എവിടെയോ അവൾ മറഞ്ഞിരിക്കുന്നുണ്ട്. നമ്മുടെ ഓരോ ചുവടും നിരീക്ഷിച്ചുകൊണ്ട് മീനു പറഞ്ഞു നിർത്തി. മീനു, ഒരിറ്റു വെളിച്ചം പോലും മുന്നിലില്ല. ഞങ്ങളെല്ലാം തളർന്നു കഴിഞ്ഞു. കുറച്ചു സമയമെങ്കിലും ഉറങ്ങിയില്ലെങ്കിൽ മുന്നോട്ടുള്ള യാത്ര വളരെ ബുദ്ധിമുട്ടാകും, വരുൺ തളർച്ചയോടെ പറഞ്ഞു. മറ്റുള്ളവരുടെ മുഖത്തേക്ക് നോക്കിയപ്പോൾ മീനുവിന് വരുണിൻ്റെ വാക്കുകൾ ശരിയാണെന്ന് തോന്നി. കുറച്ചകലെ മാറി വലിയൊരു മരത്തിന് ചുവട്ടിലേക്ക് കൂട്ടുകാരെയും കൂട്ടി മീനു നടന്നു. ഒന്ന് ചുറ്റും നോക്കി ആരുമില്ല എന്ന് ഉറപ്പുവരുത്തി അവൾ കൂട്ടുകാർക്ക് നേരെ തിരിഞ്ഞു. നിങ്ങൾ കിടന്നോളൂ. എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഞാൻ വിളിക്കാം. മീനു അവർക്ക് നേരെ പുഞ്ചിരിയോടെ പറഞ്ഞു. തിരികെ മീനുവിന് ഒരു പുഞ്ചിരി സമ്മാനിച്ച കൂട്ടുകാർ പെട്ടെന്ന് തന്നെ അവൾ കാണിച്ച സ്ഥലത്തേക്ക് കിടന്നു. നീ കിടക്കുന്നില്ലേ? വരുൺ മീനുവിനെ നോക്കി ചോദിച്ചു. ഇല്ലടാ, ഞാനിപ്പോൾ കിടന്നാൽ ശരിയാവില്ല. നിങ്ങൾ ഉറങ്ങിക്കോ, മീനു ചെറിയൊരു പുഞ്ചിരിയോടെ പറഞ്ഞു. കൂട്ടുകാർ പതിയെ ഉറക്കത്തിലേക്ക് വഴുതി വീണു. എന്നാൽ ഇതെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുന്ന മറ്റൊരു രൂപത്തെ മീനു കാണുന്നുണ്ടായിരുന്നു. കൂട്ടുകാർ ഭയപ്പെടേണ്ട എന്ന് കരുതി അവൾ അവരോടൊന്നും പറഞ്ഞില്ല. കൂട്ടുകാർ ഉറങ്ങിയെന്ന് ഉറപ്പുവരുത്തിയ ശേഷം അവൾ പതിയെ അവർക്കരികിൽ നിന്നും എഴുന്നേറ്റ് നടന്നു. അവളെ തന്നെ നോക്കി നിന്നിരുന്ന ആ രൂപം അവളുടെ വരവ് കണ്ട് ചിരിച്ചു. എനിക്കറിയാമായിരുന്നു അലക്സാണ്ട്ര, നീ വരുമെന്ന്. നിനക്കെൻ്റെ കൂട്ടുകാരെ ഒന്നും ചെയ്യാൻ കഴിയില്ല, മീനു ദേഷ്യത്തോടെ പറഞ്ഞു. മറുപുറത്ത് നിന്നും ഒരു പൊട്ടിച്ചിരിയായിരുന്നു മറുപടി. നിനക്കറിയാം എൻ്റെ ശക്തി എന്താണെന്ന്. നിനക്കെന്നെ തടയാൻ കഴിയില്ല എന്നും നിനക്കറിയാം. എന്നിട്ട് നീ എന്തിനാണ് എനിക്കെതിരെ നിൽക്കുന്നത്? ദീപ പരിഹാസത്തോടെ ചോദിച്ചു. നിന്റെ തെറ്റിദ്ധാരണയാണ് അലക്സാണ്ട്ര. എത്ര ശക്തി ഉണ്ടെന്ന് പറഞ്ഞാലും അവസാന വിജയം എന്നും നന്മയ്ക്ക് തന്നെയായിരിക്കും. ഇവിടെയും അത് മാറാൻ പോകുന്നില്ല. നിനക്ക് എത്രത്തോളം ശക്തിയുണ്ടെങ്കിലും എനിക്ക് മുന്നിൽ നീ പരാജയപ്പെടും. നീയും നിന്റെ തിന്മയുടെ ശക്തികളും ഈ കറുത്തവാവോടെ എന്നേക്കുമായി അവസാനിക്കും. നീ അടക്കി വാഴുന്ന ഈ കാടിനെ ഞാൻ നിന്നിൽ നിന്നും മോചിപ്പിക്കും. ദൈവമെന്ന ശക്തി സത്യമാണെങ്കിൽ ഇതെല്ലാം നടന്നിരിക്കും, മീനു ഉറപ്പോടെ പറഞ്ഞു. പകരം പുച്ഛത്തോടെയുള്ള ചിരിയായിരുന്നു അലക്സാണ്ട്രയുടെ മറുപടി. നമുക്ക് നോക്കാം മീനാക്ഷി, അവസാന വിജയം ആർക്കാവുമെന്ന്. ഒരുപക്ഷെ നീ തോറ്റുപോവുകയാണെങ്കിൽ നിന്റെ രക്തം കൊണ്ട് ഞാൻ അജയ്യയാവും. നിന്റെ കൂട്ടുകാരുടെ മാംസം ഞാൻ എൻ്റെ കൂടെയുള്ളവർക്ക് കഴിക്കാൻ കൊടുക്കും. ഇനി നിന്റെ മുമ്പിലുള്ളത് 2 ദിവസം മാത്രം. കറുത്തവാവ് ദിനം അടുത്തു കഴിഞ്ഞു. നിന്നെക്കൊണ്ട് കഴിയുന്നത് എന്താണെന്ന് വെച്ചാൽ നിനക്ക് ചെയ്യാം. ഒരുങ്ങിക്കോ ഞാനുമായുള്ള അംഗത്തിന്. അതും പറഞ്ഞ് പൊട്ടിച്ചിരിയോടെ അലക്സാണ്ട്ര മീനുവിന് മുന്നിൽ നിന്നും ഇരുട്ടിലേക്ക് അലിഞ്ഞു ചേർന്നു. മീനു തൻ്റെ കൂട്ടുകാർക്ക് അരികിലേക്ക് തിരിഞ്ഞു നടന്നു. അവളുടെ മനസ്സ് മുഴുവനും അലക്സാണ്ട്രയുടെ വാക്കുകൾ മാത്രമായിരുന്നു. ഒരുപക്ഷെ തോറ്റുപോയാൽ നഷ്ടമാകുന്നത് തൻ്റെ ജീവൻ മാത്രമല്ല, കൂടെയുള്ളവരുടെയും ജീവനാണ്. അവൾ ക്ഷീണത്താൽ മയങ്ങുന്ന തൻ്റെ കൂട്ടുകാർക്ക് നേരെ ഒരു വട്ടം നോക്കി. അവളുടെ കണ്ണിൽ നിന്നും അവൾ പോലും അറിയാതെ 2 തുള്ളി കണ്ണുനീർ നിലത്തേക്ക് പതിച്ചു. കാടിൻ്റെ ഭീകരതയ്ക്ക് മാറ്റുകൂട്ടാൻ എന്നോണം അകലെ എവിടെയോ കാലൻകോഴികൾ നീട്ടിക്കൂകി. മീനുവിൻ്റെ കൈകളിലേക്ക് മുകളിൽ നിന്നും കൊഴുത്ത എന്തോ ദ്രാവകം ഇറ്റിട്ട് വീണു. ഇരുട്ടിൽ അത് എന്താണെന്ന് മനസ്സിലാവാതെ അവൾ കൈകൾ കൊണ്ട് ആ ദ്രാവകത്തെ മൂക്കോട് ചേർത്തു. അവളുടെ മൂക്കിലേക്ക് ചുടുചോരയുടെ രൂക്ഷഗന്ധം തുളച്ചു കയറി. ഞെട്ടലോടെ അവൾ മുകളിലേക്ക് നോക്കി. തലയ്ക്ക് മുകളിൽ രക്തമൊലിപ്പിച്ച് തൂങ്ങിക്കിടക്കുന്നൊരു മാംസപിണ്ഡം. അല്ല, ആരോ ആ മരക്കൊമ്പിൽ കെട്ടിത്തൂക്കിയിരിക്കുകയാണ്. ശരീരത്തിൽ നിന്നും തൊലി ഉരിഞ്ഞു മാറ്റിയിരിക്കുന്നു. അപ്പോഴാണ് അവൾ ആ കാഴ്ച കണ്ടത്. അവിടെ മാത്രമല്ല, ചുറ്റും നിൽക്കുന്ന മരങ്ങളിൽ ഏറിയ പങ്കിലും രക്തം കിനിയുന്ന മൃഗശരീരങ്ങൾ കെട്ടിത്തൂക്കിയിരിക്കുന്നു. മൃഗബലി. മീനുവിൻ്റെ ചുണ്ടുകൾ മന്ത്രിച്ചു. ഇന്ന് കറുത്തവാവ്
തിന്മയുടെ ശക്തികളെ കൂടുതൽ കരുത്തോടെ ശരീരത്തിലേക്ക് ആവാഹിക്കാൻ ദുഷ്ടശക്തികൾ ചെയ്യുന്നതാണ് ഈ കൂട്ടമായുള്ള മൃഗബലി. അവളത് ചെയ്തിരിക്കുന്നു. അലക്സാണ്ട്ര, അവളുടെ ശക്തികൾക്ക് മുന്നിൽ താൻ തോറ്റുപോകുമോ? മീനുവിൻ്റെ മനസ്സ് ആകുലതയോടെ ചിന്തിച്ചു. തോറ്റുപോയാൽ തൻ്റെ കൂട്ടുകാർ? ഇല്ല, തോൽക്കാൻ പാടില്ല. നന്മയുടെ ശക്തികളെ മനസ്സിലേക്കൊന്നുകൂടി ആവാഹിച്ചുകൊണ്ട് മീനു മുന്നോട്ട് നടന്നു. അവൾ വീണ്ടും വന്നുവല്ലേ? തനിക്ക് നേരെ വന്ന ചോദ്യം കേട്ടപ്പോഴാണ് വരുൺ ഉറങ്ങിയിട്ടില്ല എന്ന് മീനു തിരിച്ചറിഞ്ഞത്. അവസാന യുദ്ധം അടുക്കുകയല്ലേ, അവൾക്ക് വരാതിരിക്കാൻ കഴിയുമോ വരുൺ? മീനു പുഞ്ചിരിയോട് ചോദിച്ചു. നിനക്ക് ഭയമുണ്ടോ മീനു? ഉണ്ട് വരുൺ, പക്ഷെ അത് എന്നെക്കുറിച്ച് ഓർത്തല്ല, നിങ്ങളെക്കുറിച്ചാണ്. ഞാൻ തോറ്റുപോയാൽ നമ്മളിൽ ഒരാൾ പോലും ജീവനോടെ ഈ കാട്ടിൻ്റെ ഉള്ളിൽ നിന്നും പുറത്തു പോകില്ല. നമ്മളെപ്പോലെ ഈ കാട്ടിലേക്ക് ഇനി വരുന്നവരും കൊല്ലപ്പെടും. ഇപ്പോൾ സാധിച്ചില്ല എങ്കിൽ ഇനി ഒരിക്കലും തിന്മയുടെ ആ ശക്തിയെ ഉന്മൂലനം ചെയ്യാൻ കഴിയില്ല. ഇപ്പോൾ അവൾ ജയിച്ചാൽ നന്മയുടെ ശക്തിയെ അവൾ എന്നേക്കുമായി ഇല്ലാതാക്കും. പിന്നീട് ഈ കാട് അവളുടെ മാത്രമായിരിക്കും. അതുണ്ടാവാൻ പാടില്ല. അതിന് ഞാൻ ജയിക്കണം, എന്ത് വില കൊടുത്തു. മീനു ഉറപ്പോടെ പറഞ്ഞു. ഞങ്ങൾ എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടോ മീനു? എന്തിനും ഞങ്ങൾ കൂടെ ഉണ്ടാവും. മരിക്കാനായാലും ജീവിക്കാനായാലും നിന്നെ മാത്രമായി ഞങ്ങൾ വിടില്ല. ഉണ്ട് വരുൺ, നിങ്ങളെല്ലാവരുടെയും സഹായം എനിക്ക് ഇക്കാര്യത്തിൽ ആവശ്യമുണ്ട്. ഇപ്പോൾ നിങ്ങൾ ക്ഷീണിതരാണ്, അതുകൊണ്ട് തന്നെ നിങ്ങളോട് ആ കാര്യം ഇപ്പോൾ പറയാൻ കഴിയില്ല. ക്ഷീണം മാറി നിങ്ങൾ എഴുന്നേൽക്കുമ്പോൾ അത് നിങ്ങളോട് ഞാൻ പറയാം. ഇപ്പോൾ നീ പോയി കിടക്ക്, മീനു വരുണിനോടായി പറഞ്ഞു. അവളുടെ വാക്കുകൾ അനുസരിച്ചെന്നോണം വരുൺ വീണ്ടും ചെന്ന് കിടന്നു. കുറച്ചു മണിക്കൂറുകൾക്ക് ശേഷം കൂട്ടുകാർ എഴുന്നേൽക്കുമ്പോഴും മീനു അവർക്ക് കാവലായി ഒരു പുഞ്ചിരിയോടെ ഉണർന്നു തന്നെ ഇരിക്കുന്നുണ്ടായിരുന്നു. ക്ഷീണം വിട്ടുമാറി കൂട്ടുകാർ മീനുവിന് ചുറ്റുമായി നിരന്നു. ഞങ്ങൾ എന്താണ് മീനു ചെയ്യേണ്ടത്? വരുൺ മീനുവിനോടായി ചോദിച്ചു. അവൾ പുഞ്ചിരിയോടെ അവരെ ഒരു നോക്ക് കണ്ട ശേഷം സംസാരിച്ചു തുടങ്ങി. ഇന്നത്തെ ഈ പകൽ അവസാനിക്കുന്നത് കറുത്ത വാവിലേക്കാണ്. പതിവിന് വിപരീതമായി ഇന്നത്തെ ഈ രാത്രി ചന്ദ്രപ്രകാശം ഈ കാടിന് ലഭിക്കില്ല. ഇന്നത്തെ രാത്രി തിന്മയുടെ ശക്തികൾ കൂടുതൽ കരുത്താർജിക്കും. അതുകൊണ്ട് തന്നെ അവയെ ഉന്മൂലനം ചെയ്യുക എന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അലക്സാണ്ട്ര അവളാണിപ്പോൾ നമ്മുടെ മുന്നിലുള്ള എതിരാളി. അവളെ നേരിട്ട് തന്നെ എതിർക്കുക എന്നുള്ളത് നിങ്ങളാൽ സാധിക്കില്ല. അവളെ തടഞ്ഞു നിർത്താൻ എനിക്ക് മാത്രമേ കഴിയൂ. എൻ്റെ ശക്തികൾ ക്ഷയിക്കുമെങ്കിലും അവളെ എതിരിടാൻ എനിക്ക് കഴിയും. ഞാൻ അവളെ തടഞ്ഞു നിർത്തുന്ന സമയം കൊണ്ട് തിന്മയുടെ ശക്തികൾ കുടികൊള്ളുന്ന ആ മരം നിങ്ങൾ നശിപ്പിക്കണം. അതെങ്ങനെ സാധിക്കും? വരുൺ സംശയത്തോടെ ചോദിച്ചു. സാധിക്കും, അത് പറഞ്ഞ് മീനു ആകാശത്തേക്ക് കൈകൾ ഉയർത്തി. അന്ധകാരത്തെ കീറിമുറിച്ചുകൊണ്ട് പ്രകാശം വരുത്തുന്ന മൂർച്ചയേറിയൊരു വാള് അവളുടെ കയ്യിൽ പ്രത്യക്ഷപ്പെട്ടു. ആ വാൾ അവൾ കൂട്ടുകാർക്ക് നേരെ നീട്ടി. നിഖിൽ വിറയ്ക്കുന്ന കൈകളോടെ ആ വാൾ വാങ്ങി. ഇത് വച്ച് എന്താണ് ചെയ്യേണ്ടത്? നിഖിൽ സംശയത്തോടെ ചോദിച്ചു. ഇതിൽ എൻ്റെ രക്തം ചേരുമ്പോൾ ഇതിന് തിന്മയുടെ ശക്തികളെ നശിപ്പിക്കാനുള്ള ശക്തി ലഭിക്കും. ഈ വാൾ നിങ്ങൾ ആ ഇരുട്ടുമരത്തിൽ തറച്ചു കയറ്റണം. ദീപയുടെ ശരീരത്തിൽ നിന്നും പുറത്തു വരുന്ന ദുഷ്ടശക്തിക്ക് ആ മരത്തിൻ്റെ ഉള്ളിൽ നിന്നും പ്രവേശിക്കാൻ കഴിയാതെ ഈ വാൾ തടയും. ആ സമയം കൊണ്ട് ആ ശക്തിയെയും ആ മരത്തെയും നശിപ്പിക്കാൻ സാധിച്ചാൽ നമ്മൾ ജയിച്ചു. ദീർഘനിശ്വാസത്തോടെ മീനു പറഞ്ഞു നിർത്തി. ഇത്രയേ ഉള്ളൂ? വരുൺ നിസാരം എന്ന പോലെ ചോദിച്ചു. നിങ്ങൾ കരുതുന്ന പോലെ ഇത് അത്ര എളുപ്പമല്ല വരുൺ. മരണം വരെ സംഭവിക്കാവുന്ന ഒരു യുദ്ധത്തിനാണ് നമ്മൾ ഒരുങ്ങുന്നത്. ആരൊക്കെ ഇവിടെ നിന്ന് ജീവനോട് തിരിച്ചു പോകുമെന്നും എനിക്കറിയില്ല. തിന്മയുടെ ശക്തികൾ ശക്തരാണ്. ആ മരത്തിൻ്റെ ഉള്ളിൽ ഈ വാൾ തറയ്ക്കുന്നത് തടയാൻ അവർ ഏത് വിധത്തിലും ശ്രമിക്കും. തളരരുത്. കൺമുന്നിൽ കാണുന്ന കാഴ്ചകൾ പോലും വിശ്വസിക്കരുത്. മീനു പറഞ്ഞു നിർത്തിയതും കൂട്ടുകാർ പരസ്പരം നോക്കി. രാത്രിയുടെ വരവറിയിച്ചുകൊണ്ട് പക്ഷികൾ കൂടുകളിലേക്ക് ചേക്കേറാൻ തുടങ്ങിയിരുന്നു. തിന്മയുടെ ശക്തികളും ഒരുങ്ങിക്കഴിഞ്ഞു അവസാന യുദ്ധത്തിനായി. ആ കറുത്തവാവ് മരണവനത്തെ പതിവിലും ഭയാനകമാക്കി. എന്നാൽ ആ ഇരുട്ടിനിടയിലും ഒരു അത്ഭുത വനത്തിൻ്റെ ഉള്ളിൽ ചില സത്യങ്ങൾ മാത്രം ചെറുതായി പ്രകാശിക്കുന്നുണ്ടായിരുന്നു. ഇതുവരെ കണ്ട രാത്രികളിൽ നിന്നും വിപരീതമായി ആ രാത്രി മീനുവിൻ്റെ കൂട്ടുകാരെ വല്ലാതെ ഭയപ്പെടുത്തി. മീനു ആകട്ടെ തൻ്റെ ശക്തികൾ ബന്ധിക്കപ്പെട്ടു തുടങ്ങുന്നെന്ന സത്യം വേദനയോടെ തിരിച്ചറിഞ്ഞു. വരുൺ മീനു കൈകളിലേൽപ്പിച്ച ആ വാളിൽ മുറുകെ പിടിച്ചു. മീനു കൂടെയുള്ളവരോട് തിന്മയുടെ മരത്തിൻ്റെ അടുത്തേക്ക് പോകാൻ പറഞ്ഞു. അവർക്ക് പുറകിലായി മീനുവും അവരെ അനുഗമിച്ചു. എന്നാൽ കുറച്ചു ദൂരം മുന്നോട്ട് നീങ്ങിയതും പെട്ടെന്ന് ശക്തമായ കാറ്റ് ആ വനത്തിൻ്റെ ഉള്ളിൽ ആഞ്ഞു വീശി. മുന്നോട്ടുള്ള അവരുടെ യാത്രയെ തടഞ്ഞുകൊണ്ട് വലിയ മരങ്ങൾ അവർക്ക് മുന്നിലേക്ക് കടപുഴകി വീഴാൻ തുടങ്ങി. മുന്നോട്ട് നീങ്ങാനാവാതെ നിന്ന് അവർക്ക് ചുറ്റിലും ഉച്ചത്തിലുള്ള പൊട്ടിച്ചിരി മുഴങ്ങി കേട്ടു. ക്രൂരമായ പൊട്ടിച്ചിരികളും ഭയപ്പെടുത്തുന്ന ശബ്ദങ്ങളാലും ആ കാട് ഭീകരമായി. ചെവി തുളച്ചു പോകുന്ന പോലുള്ള ശബ്ദങ്ങൾ സഹിക്കവയ്യാതെ വരുണിനെങ്കിലും ചെവി ശക്തമായി പൊത്തി. അവളാണ് അലക്സാണ്ട്ര, അവൾ വന്നു കഴിഞ്ഞു, മീനു പരിഭ്രാന്തമായി പറഞ്ഞു. മീനുവിൻ്റെ ആ വാക്കുകൾക്ക് വരുണിനെങ്കിലും ഭയത്തോടെ അവളെ നോക്കി. പേടിക്കണ്ട, ഞാൻ ജീവനോടെ ഉള്ളപ്പോൾ നിങ്ങൾക്കൊന്നും സംഭവിക്കില്ല. അവൾ ഏത് നിമിഷവും നമുക്ക് മുന്നിൽ വരും. അവളെ അധികം നേരം തടഞ്ഞു നിർത്താനുള്ള ശക്തി ഇനി എനിക്കുണ്ടാകില്ല. അതുകൊണ്ട് തന്നെ കഴിയുന്നതും വേഗം നിങ്ങളെ ഏൽപ്പിച്ച കാര്യം നടന്നിരിക്കണം. അത് നടന്നാൽ മാത്രമേ എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയൂ. മീനു അത് പറഞ്ഞിട്ട് പ്രതീക്ഷയോടെ വരുണിൻ്റെ മുഖത്തേക്ക് നോക്കി. ചെയ്യാം മീനു, എൻ്റെ ജീവൻ തന്നെ നഷ്ടമായാലും ഞാനത് ചെയ്തിരിക്കും. വരുൺ ചെറിയൊരു പുഞ്ചിരിയോടെ മീനുവിൻ്റെ കൈകളെ മുറുകെ പിടിച്ചു.
മറുപടി എന്നോണം ഒരു പുഞ്ചിരി മീനുവിൻ്റെ മുഖത്ത് തെളിഞ്ഞു. മീനു വരുണിനെയും നിഖിലിനെയും തൻ്റെ പുറകിലേക്ക് മാറ്റി മുന്നിലേക്ക് നടന്നു. പെട്ടെന്ന് ആ കാട്ടിലുടനീളം എവിടെ നിന്നൊക്കെയോ കാലൻകോഴിയുടെ കൂവലുകൾ അവരുടെ ചെവികളിൽ മുഴങ്ങിക്കേട്ടു. വലിയൊരു തീഗോളത്തിൻ്റെ അകമ്പടിയോടെ അവരുടെ മുന്നിലേക്ക് അവൾ പ്രത്യക്ഷപ്പെട്ടു. അലക്സാണ്ട്ര. അവളുടെ രൂപം മുൻപത്തേതിലും വിരൂപമായിരുന്നു. കണ്ണുകളിൽ തീക്കനാൽ എരിയുന്ന നോട്ടം. ആ നോട്ടത്തിൻ്റെ തീവ്രത സഹിക്കാൻ കഴിയാതെ വരുണും നിഖിലും മുഖം താഴ്ത്തി. എന്നാൽ അവരുടെ മുന്നിൽ നിന്ന മീനുവിൻ്റെ മുഖത്ത് ഭയമില്ലായിരുന്നു. മറിച്ച് സ്ഥിരമുള്ള പുഞ്ചിരി അവളുടെ മുഖത്ത് തെളിഞ്ഞു നിന്നിരുന്നു. മരിക്കാൻ തയ്യാറായിക്കൊള്ളു മീനാക്ഷി, നിന്റെ മരണം കൊണ്ട് ഞാൻ അജയ്യയാകും. ആ വാക്കുകളുടെ അകമ്പടിയായി അലക്സാണ്ടർ ഉറക്കെ ചിരിച്ചു. അടുത്ത നിമിഷം അലക്സാണ്ട്ര ഞൊടിയിടയിൽ നിന്നെടുത്ത് നിന്ന് മീനുവിൻ്റെ മുൻപിലായി എത്തിക്കഴിഞ്ഞിരുന്നു. അലക്സാണ്ട്രയുടെ ശരീരത്തിൽ നിന്നും വമിക്കുന്ന അഗ്നി സഹിക്കാൻ കഴിയാതെ മീനാക്ഷി പുറകിലേക്ക് നീങ്ങി. മീനു അലക്സാണ്ട്രയെ തടയാൻ തുടങ്ങിയിരിക്കുന്നു എന്ന് മനസ്സിലായ വരുണനെങ്കിലും ആ തിന്മയുടെ മരത്തിനെ ലക്ഷ്യമാക്കി നീങ്ങി. ഓരോ ചുവടുകളും ഭയത്തോടെയാണ് വച്ചതെങ്കിലും മീനുവിനെ സഹായിക്കേണ്ടത് തങ്ങളുടെ കടമയാണെന്ന ചിന്ത അവരുടെ ചുവടുകൾക്ക് വേഗം കൂട്ടി. അലക്സാണ്ട്രയുടെ ശക്തിക്ക് മുന്നിൽ മീനുവിൻ്റെ ചെറുത്തുനിൽപ്പിൻ്റെ ശക്തി പെട്ടെന്ന് തന്നെ കുറഞ്ഞു തുടങ്ങിയിരുന്നു. അവൾ തളർന്നു തുടങ്ങി. ശരീരത്തിൽ പലയിടത്തും രക്തത്തിൻ്റെ പാടുകൾ തെളിഞ്ഞു വന്നു. രക്തത്തുള്ളികൾ നിലത്തേക്ക് പതിച്ചു തുടങ്ങി. ഇരുട്ടിൻ്റെ ഇടയിലൂടെ എങ്ങോട്ടെന്നില്ലാതെ നടന്ന വരുണിനും നിഖിലിനും മുമ്പിൽ തിന്മയുടെ ആ മരം തെളിഞ്ഞു കണ്ടു. അവരുടെ കയ്യിലെ ആ വാളിൻ്റെ വെളിച്ചമായി ഇരുട്ട് മറികടന്ന് അവർക്ക് മുന്നിൽ വെളിച്ചം വിതറിയിരുന്നു. വരുണിൻ്റെയും നിഖിലിൻ്റെയും മുഖം സന്തോഷം കൊണ്ട് വിടർന്നു. സന്തോഷത്തോടെ അവർ ആ മരത്തിൻ്റെ അടുത്തേക്ക് ഓടി. പെട്ടെന്ന് വരുൺ എന്തോ കൊണ്ട് അടിയേറ്റ പോലെ ദൂരേക്ക് തെറിച്ചു വീണു. തങ്ങളുടെ മുന്നിലായി ഒരു രൂപം. അതൊരു സ്ത്രീയാണ്. വരുണും നിഖിലും പരസ്പരം മുഖത്തോട് മുഖം നോക്കി നിന്നു. മുന്നിൽ നിൽക്കുന്ന സ്ത്രീ രൂപത്തിലേക്ക് അവർ ഭയത്തോടെ നോക്കി. ഇതാരാണ്? തനിക്ക് മുന്നിൽ നിൽക്കുന്ന ആ രൂപം ആരുടേതെന്ന് മനസ്സിലാവാതെ വരുണും നിഖിലും വല്ലാതെ ഭയന്നു. കുറച്ചു മാറി ഒരിടത്ത് വല്ലാതെ തളർന്നുപോയ മീനാക്ഷി ശക്തി ക്ഷയിച്ച് നിലത്തേക്ക് വീണ് കഴിഞ്ഞിരുന്നു. ഇത് കണ്ട് അലക്സാണ്ടർ ഉറക്കെ പൊട്ടിച്ചിരിച്ചു. ആ പൊട്ടിച്ചിരി ആ കാട്ടിലെ ആകമാനം പ്രകമ്പനം കൊണ്ട് മുഴങ്ങിക്കേട്ടു. അതിൻ്റെ അകമ്പടി എന്നോണം കാലംകോഴികളും ചെന്നായ്ക്കളും ഉച്ചത്തിൽ ശബ്ദമുണ്ടാക്കി. തങ്ങൾക്കു മുന്നിൽ നിൽക്കുന്ന സ്ത്രീരൂപത്തിലേക്ക് വരുണിനെങ്കിലും സൂക്ഷിച്ചു നോക്കി. ചുറ്റിലും കേൾക്കുന്ന ശബ്ദങ്ങളും അവരുടെ ഭയത്തിൻ്റെ ആഴം കൂട്ടി. ഇല്ല, ആരാണെന്ന് മനസ്സിലാവുന്നില്ല. ഇതിനു മുമ്പ് ഈ രൂപം തങ്ങൾ കണ്ടിട്ടില്ല. ആരായിരിക്കും ഇവൾ? വരുൺ തൻ്റെ കയ്യിലെ വാൾ ഒന്നുകൂടി മുറുകെ പിടിച്ചു. തങ്ങൾക്ക് മുന്നിൽ നിൽക്കുന്നത് 4 വർഷങ്ങൾക്ക് മുമ്പ് വജ്രവനത്തിൽ വെച്ച് ക്രൂരമായി കൊല ചെയ്യപ്പെട്ട നിരഞ്ജനയുടെ ആത്മാവാണെന്ന് അവർക്ക് അപ്പോഴും അറിയില്ലായിരുന്നു. നീ ആരാണ്? തങ്ങൾക്ക് മുന്നിൽ നിൽക്കുന്ന സ്ത്രീരൂപത്തെ നോക്കി വരുൺ ഭയത്തോടെ ചോദിച്ചു. അതിന് ഒരു പൊട്ടിച്ചിരിയായിരുന്നു അവളുടെ മറുപടി. വരുൺ തൻ്റെ കയ്യിലെ വാൾ ഒന്നുകൂടി മുറുകെ പിടിച്ചെഴുന്നേറ്റു. ആരാണെന്ന് പറയുന്നതാ നിനക്ക് നല്ലത്. ഇല്ലെങ്കിൽ ഈ വാൾ കൊണ്ട് നീ കൊല്ലപ്പെടും. അതിന് നിനക്ക് കഴിയില്ല വരുൺ. കാരണം ഞാൻ ഒരിക്കൽ മരിച്ചതാണ്. അതും പറഞ്ഞ് അവൾ വീണ്ടും ഉറക്കി പൊട്ടിച്ചിരിച്ചു. നീ എന്താണ് പറയുന്നത്? മരിച്ചെന്നോ? ആരാ നീ? എന്തിനാണ് നീ ഇവിടെ വന്നത്? വരുൺ ഭയത്തോട് ചോദിച്ചു. നിങ്ങളെപ്പോലെ ഒരിക്കൽ ഇവിടെ വന്നവളാണ് ഞാനും. എന്നാൽ ഈ കാട് എനിക്ക് സമ്മാനിച്ചത് മരണമാണ്. ആ മരണം ഇന്ന് നിങ്ങളെയും കാത്തിരിക്കുന്നു. അവൾ തൻ്റെ കഥയും തനിക്കുണ്ടായ അനുഭവവും അവരോടായി പറഞ്ഞു. നീ എന്തിനാണ് ഞങ്ങളെ ദ്രോഹിക്കുന്നത്? നിനക്ക് വന്നു ചേർന്ന ദുർവിധിക്ക് കാരണക്കാരി ആയവൾക്കെതിരെയാണ് ഞങ്ങൾ പോരാടുന്നത്. അവളിൽ നിന്ന് ഈ കാടിനെ രക്ഷിക്കാൻ വേണ്ടിയാണ് ഞങ്ങളുടെ മീനു. പറഞ്ഞു തീർക്കാൻ പറ്റാതെ വരുണിൻ്റെ ചുണ്ടുകൾ വിറച്ചു. ആ ശക്തികളെ തടയാൻ നിങ്ങൾക്ക് കഴിയുമെന്ന് തോന്നുന്നുണ്ടോ? നിരഞ്ജന പുച്ഛത്തോട് ചോദിച്ചു. ആ ചോദ്യത്തിന് വരുണിനെങ്കിലും ഉത്തരം പറഞ്ഞില്ല. അവരുടെ തല കുനിഞ്ഞു. ഞാൻ നിങ്ങളെ സഹായിക്കാം. എന്നെപ്പോലെ ഈ വനത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവരുടെ ആത്മാക്കൾക്ക് വേണ്ടി, അതിനുവേണ്ടി മാത്രം ഞാൻ നിങ്ങളെ സഹായിക്കാം. നിരഞ്ജനയുടെ ആ വാക്കുകൾ കേട്ട് അവരുടെ ഉള്ളിലെ ഭയം ചെറുതായി ഇല്ലാതായി തുടങ്ങി. പക്ഷെ അതിനിപ്പോൾ നിങ്ങൾ ഈ വാൾ ഈ മരത്തിൽ തറയ്ക്കാൻ പാടില്ല. പിന്നെ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? വരുൺ സംശയത്തോട് ചോദിച്ചു. അവളെ ഈ തിന്മ മരത്തിൻ്റെ ഉള്ളിൽ കയറ്റണം. അതിനുശേഷം മാത്രമേ നിങ്ങളുടെ ഈ വാൾ ഇതിൻ്റെ ഉള്ളിൽ തറയ്ക്കാൻ പാടുള്ളൂ. നിരഞ്ജനയുടെ വാക്കുകൾക്ക് അവർ ശരിയെന്ന് തലയാട്ടി. കുറച്ചു മാറി അവശയായി നിലത്തേക്ക് വീണ് കിടന്ന മീനുവിൻ്റെ മുകളിലായി അലക്സാണ്ട്രയുടെ ശരീരം കാറ്റിൽ ഉയർന്നു നിന്നു. അവളുടെ കൈകളിൽ നിന്ന് മൂർച്ചയേറിയ നഖങ്ങൾ പുറത്തേക്ക് വന്നു. അവളുടെ ആ വിരലുകൾ മീനുവിൻ്റെ ഹൃദയഭാഗത്തെ ലക്ഷ്യമാക്കി നീങ്ങി. ഇനി നിനക്ക് എന്താണ് വേണ്ടത്? നിഖിൽ നിരഞ്ജനയോടായി ചോദിച്ചു. എനിക്കൊരു ശരീരം വേണം. ഒരു സ്ത്രീയുടെ ശരീരം. എന്നാൽ മാത്രമേ എനിക്ക് പ്രതികരിക്കാൻ കഴിയൂ. വരുണനെങ്കിലും ഒരുപോലെ പറഞ്ഞു. മീനു, അവളുടെ ശരീരത്തിൽ കയറൂ. ആ വാക്കുകൾക്ക് കാത്തിരുന്ന പോലെ നിരഞ്ജനയുടെ ആത്മാവ് ഒരു പുകയായി മാറി ആ നിലത്ത് കിടന്നിരുന്ന മീനുവിൻ്റെ ശരീരത്തിലേക്ക് പ്രവേശിച്ചു. പെട്ടെന്ന് അവളുടെ ശരീരത്തിന് മുകളിലായി നിന്നിരുന്ന അലക്സാണ്ട്രയെ ദൂരേക്ക് തെറിപ്പിച്ചുകൊണ്ട് മീനു നിലത്ത് നിന്നും എഴുന്നേറ്റു. അവളുടെ ശരീരത്തിൽ നിന്നും ഒഴുകിയ ചോരപ്പാടുകൾ ഇല്ലാതെയായി. മുറിവുകൾ അപ്രത്യക്ഷമായി. എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാവാതെ നിലത്തേക്ക് തെറിച്ചു വീണ അലക്സാണ്ട്രയുടെ കണ്ണുകൾ ദേഷ്യം കൊണ്ട് ചുവന്നു. നീ എങ്ങനെ? അലക്സാണ്ട്ര ദേഷ്യം കൊണ്ടലറി. അവൾ മീനുവിന് നേരെ പാഞ്ഞെടുത്തു. പെട്ടെന്ന് ഇരുട്ടിനെ കീറി മുറിച്ചുകൊണ്ട് ആകാശത്തിലെ ചന്ദ്രൻ പുറത്തേക്ക് വന്നു.
പാഞ്ഞു വന്ന അലക്സാണ്ടർ ഒരു നിമിഷം പകച്ചു നിന്നു. ഇതെങ്ങനെ സംഭവിച്ചു? ഒരു ഭ്രാന്തിയെപ്പോലെ അവൾ അലറി. മറ നീക്കി തെളിഞ്ഞ ചന്ദ്രൻ മീനുവിൻ്റെ ശരീരത്തിലേക്ക് തൻ്റെ പ്രഭ ചൊരിഞ്ഞു. ഇല്ലാതായ ശക്തികൾ അവളുടെ ശരീരത്തിലേക്ക് വീണ്ടും തിരിച്ചു വന്നു തുടങ്ങി. ഇല്ല, ഞാനിത് സമ്മതിക്കില്ല. അലറിക്കൊണ്ട് പാഞ്ഞെടുത്ത അലക്സാണ്ടർ മീനുവിൻ്റെ ശരീരത്തിൽ നിന്നും പുറത്തേക്കൊഴുകിയ പ്രകാശത്തിൻ്റെ പ്രഭയിൽ ദൂരേക്ക് തെറിച്ചു വീണു. അവളുടെ ശരീരത്തിൽ നിന്നും രക്തം കറുത്ത നിറത്തിൽ പുറത്തേക്കൊഴുകി. ആ രക്തത്തുള്ളികൾ അവളുടെ ദേഷ്യത്തെ ഇരട്ടിയാക്കി. ആ പ്രഭാവലയങ്ങൾ ഭേദിച്ചുകൊണ്ട് അലക്സാണ്ടർ മീനുവിൻ്റെ കഴുത്തിൽ പിടിമുറുക്കി. എന്നാൽ ആ കൈകൾ മീനു അനായാസം തട്ടിമാറ്റി. മീനുവിൻ്റെ കൈകളാൽ അലക്സാണ്ടറയുടെ കഴുത്തിൽ പിടിമുറുക്കി. ഒരിറ്റു ശ്വാസത്തിനായി അവൾ പിടയുന്നത് കണ്ടപ്പോൾ മീനു ആ പിടിവിട്ടു. മീനുവിൻ്റെ കൈകൾ ഒരു പ്രത്യേക രീതിയിൽ ചലിക്കാൻ തുടങ്ങി. ആ നിമിഷം എവിടെ നിന്നൊക്കെയോ അലക്സാണ്ടറയുടെ സൈനികരായി നിന്നവർ മീനുവിന് മുന്നിൽ അണിനിരന്നു. അലക്സാണ്ടർ നോക്കി നിൽക്കെ സ്വന്തം കൈകളിലെ കത്തികൾ ആ രൂപങ്ങൾ നെഞ്ചിലേക്ക് കുത്തിയിറക്കി. ജീവനറ്റ ശരീരങ്ങളായി അവ നിലത്തേക്ക് വീണു. വേണ്ട, അലക്സാണ്ട്ര ഉറക്കി അലറി. നീ ചെയ്തു കൂട്ടിയ എല്ലാത്തിനും നിനക്ക് ശിക്ഷ ലഭിക്കാൻ പോകുന്നു. അലക്സാണ്ട്ര, ഇന്നിവിടെ നീ അവസാനിക്കാൻ പോകുന്നു. ഇനി നിനക്ക് രക്ഷപ്പെടാൻ സാധിക്കില്ല. കറുത്തവാവിൻ്റെ മറ നീക്കി വെളിച്ചം പുറത്തേക്ക് വന്നിരിക്കുന്നു. നിന്റെ ശക്തികൾ കുറഞ്ഞിരിക്കുന്നു. തിന്മയുടെ ശക്തികൾ അവസാനിച്ചേ മതിയാകൂ. ഒരിക്കലും തിരിച്ചു വരാത്ത അവസാനം അത് നീ അർഹിക്കുന്നു. അരുൺ, മീനു ഉറക്കെ വിളിച്ചു. മീനുവിൻ്റെ ആ ശബ്ദം കാട്ടിലെ ആകമാനം മുഴങ്ങിക്കേട്ടതും ആപത്തറിഞ്ഞ പോലെ അലക്സാണ്ട്രയുടെ കണ്ണുകൾ ചുവന്നു. വേണ്ട! ഒരലർച്ചയോടെ അലക്സാണ്ടർ ദീപയുടെ ശരീരത്തിൽ നിന്നും പിരിഞ്ഞ് തിന്മമരത്തിൻ്റെ അടുത്തേക്ക് പാഞ്ഞു. ഒരലർച്ചയോടെ അവളുടെ ശരീരം ആ ഇരുട്ടിൽ അലിഞ്ഞു. അവൾക്ക് പുറകിലായി പാഞ്ഞു വന്ന മീനു വരുണിൻ്റെ കയ്യിൽ നിന്നും ആ കത്തി പിടിച്ചു വാങ്ങി. തൻ്റെ കൈ ചെറുതായി കീറി ആ രക്തം അവൾ ആ കത്തിയിലേക്ക് വീഴ്ത്തി. അടുത്ത നിമിഷം ആ കത്തി അവൾ ആ മരത്തിൻ്റെ ഉള്ളിലേക്ക് കുത്തിയിറക്കി. അലക്സാണ്ട്രയുടെ ആത്മാവ് ആ മരത്തിൽ നിന്നും രക്ഷപ്പെടാനായി പുറത്തേക്ക് വരാൻ ശ്രമിച്ചുവെങ്കിലും അവൾക്ക് സാധിച്ചില്ല. കാട് മുഴുക്കി അവളുടെ നിലവിളി ശബ്ദം മുഴങ്ങിക്കേട്ടു. എല്ലാവരും നോക്കി നിൽക്കെ തിന്മയുടെ ആ മരം മാളിക്കത്തി. അതിൻ്റെ ഉള്ളിലെ ഇരുട്ടിൻ്റെ ശക്തികൾ ആ തീയോടൊപ്പം വലിഞ്ഞു. അതിൻ്റെ ഉള്ളിൽ നിന്നും അലക്സാണ്ട്രയുടെ നിലവിളികൾ മാത്രം മുഴങ്ങിക്കേട്ടുകൊണ്ടേയിരുന്നു. അവസാനം ആ വാൾ മാത്രം അതിൽ നിന്നും നിലത്തേക്ക് വീണു. ഒരു വലിയ യുദ്ധം അവസാനിച്ച സന്തോഷത്തിൽ മീനു നിലത്തേക്കിരുന്നു. നിലത്ത് വീണ് കിടന്ന ദീപയുടെ കവളിൽ നിഖിൽ കൈകൊണ്ട് തട്ടി വിളിച്ചു. ഉറക്കത്തിൽ നിന്നെന്ന പോലെ കണ്ണു തുറന്ന് അവൾ ചുറ്റും നോക്കി. നടന്നതൊന്നും അവൾക്ക് ഓർമ്മയുണ്ടായിരുന്നില്ല. ക്ഷീണത്തോടെ അവൾ നിഖിലിൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു. മീനുവിൻ്റെ ശരീരത്തിലായിരുന്ന നിരഞ്ജന അവളിൽ നിന്നും പുറത്തേക്ക് വന്നു. നന്ദിയോടെ അവൾ മീനുവിൻ്റെ കൈകളിൽ മുറുകെ പിടിച്ചു. തൻ്റെ ആത്മാവിന് ശാന്തി കിട്ടിയിരിക്കുന്നു. അവളുടെ ചുണ്ടിൽ ചെറിയൊരു പുഞ്ചിരി തെളിഞ്ഞു. മീനുവും കൂട്ടുകാരും നോക്കി നിൽക്കെ ഒരു പുഞ്ചിരിയോടെ അവൾ അന്തരീക്ഷത്തിലേക്ക് അലിഞ്ഞു ചേർന്നു. ഒരു യാത്ര പോലും പറയാൻ നിൽക്കാതെ അവൾ പോയതിൽ സങ്കടം തോന്നിയെങ്കിലും മീനുവും ചെറുതായി ചിരിച്ചു. എല്ലാം അവസാനിച്ചിരിക്കുന്നു. സമയം 6 മണി. ഇരുട്ടിൻ്റെ മറ നീക്കി സൂര്യൻ പുറത്തേക്ക് എത്തി നോക്കി. സൂര്യപ്രകാശം മരങ്ങൾക്കിടയിലൂടെ ആ വനത്തിൻ്റെ ഉള്ളിലേക്ക് പതിച്ചു. വർഷങ്ങൾക്ക് ശേഷം സൂര്യപ്രകാശത്തിൽ ആ വനം തിളങ്ങി. അവിടെ നിന്നും പുറപ്പെടുമ്പോൾ ഒരിക്കൽ കൂടി അവിടേക്ക് വരുമെന്ന ഉറപ്പോടെ അവർ തിരിഞ്ഞു നോക്കി. അവിടെ നിന്ന് അവരുടെ യാത്ര ചെന്ന് അവസാനിച്ചത് വലിയൊരു വീടിൻ്റെ മുറ്റത്തായിരുന്നു. ഡ്രൈവിംഗ് സീറ്റിൽ നിന്നും മീനു ആ മുറ്റത്തേക്ക് ഇറങ്ങി. ഇത് ആരുടെ വീടാ മീനു? കൂടെയുള്ളവർ സംശയത്തോടെ ചോദിച്ചു. മീനു ആ വീടിന് മുന്നിൽ തൂക്കിയിരിക്കുന്ന ഫോട്ടോയിലേക്ക് വിരൽ ചൂണ്ടി. നിരഞ്ജന. ദീപ ഒഴികെ മറ്റുള്ളവർ ഒരേ സ്വരത്തിൽ പറഞ്ഞു. നമ്മളെന്താ ഇവിടെ? വരുൺ സംശയത്തോടെ ചോദിച്ചു. അവളുടെ അച്ഛനെയും അമ്മയെയും എനിക്ക് കാണണം, മീനു ഉറപ്പോടെ പറഞ്ഞു. എൻ്റെ ഉള്ളിൽ ഞാനായി അലിഞ്ഞിരുന്ന അവൾ എന്നോട് ആവശ്യപ്പെട്ട ഒരേ ഒരു കാര്യം. അവിടെ നിന്നവർ ആ വീടിൻ്റെ ഉള്ളിലേക്ക് നടന്നു. അവിടെ നിരഞ്ജനയുടെ അച്ഛനും അമ്മയും. മീനു അവർക്ക് നിരഞ്ജനയുടെ കൂട്ടുകാരെന്ന നിലയിൽ തങ്ങളെ പരിചയപ്പെടുത്തി. എന്തുകൊണ്ടോ അവളുടെ മരണം മീനു അവരോട് പറഞ്ഞില്ല. അതൊരിക്കലും പറയരുതെന്ന് നിരഞ്ജന അവരോട് പറഞ്ഞിരുന്നു. ആ അച്ഛനമ്മമാരുടെ പുഞ്ചിരിമുഖം കണ്ടുകൊണ്ട് അവിടെ നിന്നും പടിയിറങ്ങുമ്പോൾ മരണവനവും നിരഞ്ജനയുമെല്ലാം ഒരിക്കലും മറക്കാത്ത ഓർമ്മകളായി അവരുടെ ഉള്ളിൽ നിറഞ്ഞിരുന്നു. അന്നത്തെ രാത്രിയിൽ ഒരു നക്ഷത്രം അവർക്ക് വേണ്ടി മാത്രമായി മാനത്ത് വിരിഞ്ഞിരുന്നു. കഥ അവസാനിച്ചിരിക്കുന്നത് എങ്ങനെയുണ്ട്? ചെറിയ കഥയാണെങ്കിലും നല്ല ത്രില്ലിംഗ് അല്ലായിരുന്നു. എന്തായാലും പുതിയ കഥയുമായി വീണ്ടും വരാൻ ലഭ്യമായി.